ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പോൾ അടുത്ത് റിലീസ് ആയിട്ടുള്ള ഒരു തെലുഗു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ്. കഥയുടെ പേര് ഭൂതന്തം ഭാസ്കര നാരായണ. ഈ കഥയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകളുണ്ട്. അതുപോലെ നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള വേറെ ലെവൽ സ്റ്റോറിയുണ്ട്. കഥയുടെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ തെലങ്കാന കർണാടക ബോർഡറിലെ ഏതോ ഒരു സീരിയൽ കില്ലർ തുടർച്ചയായിട്ട് പെൺകുട്ടികളെ മാത്രം തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ ക്രൂരമായി കൊലപ്പെടുത്തി തല മുറിച്ചെടുത്തിട്ട് ഫോറസ്റ്റിൽ ബോഡി നിക്ഷേപിച്ച് പോവാണ്. കൊലപാതകം ഒന്നല്ല രണ്ടല്ല 16 കൂടുതലായി. എന്നാൽ പോലീസിന് എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആരാണ് കൊല്ലപ്പെട്ടെന്നറിയണ്ടേ. അതിന് ഒരു പെൺകുട്ടിയും കാണാതായതായിട്ട് ഒരു ഫാമിലിയും ഒരു കംപ്ലൈന്റ് സ്റ്റേഷനിൽ കൊടുക്കുന്നുമില്ല. മരണപ്പെട്ടത് ആരാണെന്ന് മനസ്സിലാക്കാൻ ആ പെൺകുട്ടികളുടെ ശരീരത്തിലെ കൈരേഖകളുമില്ല. എന്നാൽ ജീവിതത്തിൽ വലിയൊരു ട്രാജഡി നേരിടേണ്ടി വന്ന പോലീസ് ആവാൻ ആഗ്രഹിച്ചിട്ട് ആ ഒരു ആഗ്രഹം നടക്കാതെ ഡിറ്റക്റ്റീവായ നമ്മുടെ ഹീറോ അവിചാരിതമായിട്ട് ഈ ഒരു കേസിന്റെ പിന്നാലെ ഇറങ്ങാണ്. പിന്നീട് നമ്മളെ ഷോക്കിംഗ് ആക്കുന്ന കുറേയധികം ട്വിസ്റ്റുകളുമായിട്ട് രസിപ്പിച്ച അടിപൊളി ഒരു കഥയാണിത്. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എന്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് ആകെ ചെയ്തേരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ ഇഷ്ടപ്പെട്ടാല് ഇതുപോലുള്ള കഥകൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ചില പെൺകുട്ടികളെ മാത്രമായിട്ട് തെരഞ്ഞു പിടിച്ച് ഏതോ ഒരു കൊലയാളി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് ജനങ്ങളൊന്നും ഇല്ലാത്ത ഫോറസ്റ്റ് ഏരിയയില് അവരുടെ ശവം നിക്ഷേപിച്ചിട്ട് പോവാണ്. ആ ഒരു കൊലയാളി ഈ കൊലപാതകം തുടങ്ങിയിട്ട് കുറച്ചു നാളൊന്നുമല്ല, 14-15 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ അതില് 16 പെൺകുട്ടികള് അതുപോലെ ക്രൂരമായിട്ട് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഒരു ന്യൂസ് റിപ്പോർട്ടിലൂടെ നമ്മൾ കാണുകയാണ്. ആ ഒരു പെൺകുട്ടികളുടെ ബോഡി കിട്ടുന്ന സമയത്ത് അവർക്കാർക്കും തലയുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല അവരുടെ ബോഡിയിലെ ഫിംഗർ പ്രിന്റ് അതുപോലെ DNA ഇല്ലേ, അതെല്ലാം ആ ഒരു കൊലയാളി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, എന്തിനായിരിക്കും ഈ കൊലയാളി അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരിക്കലും കൊല്ലപ്പെട്ട പെൺകുട്ടികള് അവരാരാണെന്ന് പോലീസിനോ കുടുംബക്കാർക്കോ ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം പ്ലാൻ ചെയ്തിട്ട് ആ ഒരു കൊലയാളി കൊലപാതകം ചെയ്യുന്നതുകൊണ്ട് തന്നെ നിലവില് കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ഒരു ഫാമിലിയിൽ നിന്നും അവരുടെ മക്കള് കൊല്ലപ്പെട്ടതായിട്ട് ഒരു കേസ് പോലും ഒരു സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഡ് ബോഡിയൊക്കെ അനാഥ ശവങ്ങളായിട്ട് ഗവൺമെന്റ് തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളതെന്ന് ഒരു ന്യൂസിലൂടെ നമ്മൾ കാണുകയാണ്. അടുത്ത സീനില് ആ ഒരു കൊലയാളിയാണ് നമ്മൾ കാണുന്നത്. ഇന്നും അവൻ ഏതോ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വന്നിട്ട് അവളെ ഒരു ചെയറിൽ കെട്ടിയിട്ട് എന്തോ ഒരു ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ ആ പെൺകുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ശംഖുമാലയുണ്ട്, അത് വലിച്ചു പറിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് അവൻ കൊന്നു കളയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു കാട് പ്രദേശം, നമ്മുടെ വയനാടൊക്കെ പോലെ കാട്ടിന്റെ ഉള്ളില് ചെറുതായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്. ഡിറ്റക്റ്റീവിന്റെ പേരാണ് ഭാസ്കര നാരായണ. നമ്മുടെ ഈ കഥയിലെ ഹീറോ അങ്ങേരെ തേടിയിട്ട് ഒരു ബിസിനസ്സുകാരനും അയാളുടെ അസിസ്റ്റന്റ് വരികയാണ്. എന്നിട്ട് അസിസ്റ്റന്റ് ഒരു വർക്ക്ഷോപ്പ് ഓണറായിട്ടുള്ള ഭാഷ അങ്ങനോട് ചോദിക്കുന്നുണ്ട്, ഈ ഡിറ്റക്റ്റീവ് നാരായണയുടെ വീട് എവിടെയാ? അപ്പോഴാണ് അരികിലൊരു കുടിയൻ പറയുന്നത്, നിങ്ങൾ തേടി വന്നത് ഭൂതണ്ടം ഭാസ്കര നാരായണനെയാ. അപ്പോ നമ്മുടെ ഭാഷയിലെ അങ്ങയുടെ വീട് കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഡിറ്റക്റ്റീവിന്റെ വീടിന്റെ മുൻപിൽ വരെ എത്തിയപ്പോ ബോസ് അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ നീ പറഞ്ഞ ഡിറ്റക്റ്റീവ് മനുഷ്യവാസമൊന്നുമില്ലാത്ത ഇതുപോലൊരു സ്ഥലത്തൊക്കെ സ്റ്റേ ചെയ്യോ? അത് സാറിന് അറിയാറ്റാ, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഒക്കെ ഇങ്ങനെ രഹസ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് സ്റ്റേ ചെയ്യാറ്. അങ്ങനെ ഹീറോയെ നാരായണ സാർ നിങ്ങളിവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ വീടിന്റെ ഹൗസ് ഓണർ ഉണ്ട്, അങ്ങേര് റൂം കാണിച്ചു കൊടുക്കാണ്. നോക്കുമ്പോൾ ആ വീടിന്റെ മുകളിലായിട്ട് കോണിയൊക്കെ വെച്ചിട്ട് കയറി നോക്കുമ്പോൾ ഈ തകര ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡിന്റെ ഉള്ളിലാണ് നമ്മുടെ ഹീറോ ഉള്ളത്. അവിടെയാണെങ്കിൽ ഹീറോയുടെ ഫ്രണ്ട് നല്ല ഉറക്കത്തില്ല. അവനെ ഹൗസ് ഓണർ വിളിച്ചെണീപ്പിച്ചിട്ട് അവിടെ ഒരു കേസ് വന്നിട്ടുണ്ട്, വേഗം പോയി നോക്ക്. അങ്ങനെ ഫ്രണ്ട് വന്നിട്ട് എന്താ നിങ്ങളുടെ കേസ് എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ എനിക്ക് ആദ്യം നിങ്ങളുടെ ബോസ് ഭാസ്കര നാരായണ സാറല്ലേ അങ്ങേരെ ഒന്ന് കാണണം. എന്റെ ലൈഫിൽ അങ്ങനെ കാണാൻ പറ്റുന്ന ഞാൻ കരുതിയതല്ല, എന്റെ സ്വപ്നം പോവാണ് ഞാൻ പോവാ. അങ്ങേരെ എവിടെ? അപ്പൊ ഫ്രണ്ട് അങ്ങേരൊക്കെ വരും, ആദ്യം നിങ്ങളുടെ കേസ് എന്താന്ന് പറ. അത് എന്റെ ബോസിന്റെ മൊബൈൽ കാണാതെ പോയി, അതിലാണെങ്കിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടായിരുന്നു, അപ്പോ അതൊന്ന് തേടി കണ്ടുപിടിച്ച് തരാൻ വേണ്ടിട്ടാ. അപ്പൊ ഫ്രണ്ട് നിങ്ങളുടെ മൊബൈലിന് എത്ര പൈസ ഉണ്ടാവും? ഒരു 1 ലക്ഷത്തിന് മേലെ എന്തായാലും ഉണ്ടാവും. 1 ലക്ഷത്തിന് മേലെയാ? അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം ഫീസ് ചോദിക്കാം. ഒരു 2 ലക്ഷം ഫീസ് വേണ്ടി വരുമല്ലോ. അപ്പൊ ബോസ് ആണെങ്കിൽ അതിനെന്താ, അങ്ങനെ 2 ലക്ഷം അവന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാണ്. അത് കണ്ടപ്പോ നമ്മുടെ ഹൗസ് ഓണർ ഇല്ലേ ആ ഒരു പൈസ എടുത്തിട്ട് ഓടി പോകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു റൂമില് ഹീറോയും ഫ്രണ്ട് സ്റ്റേ ചെയ്തിട്ടും വാടക കൊടുത്തിട്ടേ ഇല്ല. ഫ്രണ്ട് ആണെങ്കിൽ ആഹാ കയ്യെ കിട്ടിയത് കാക്ക കൊണ്ടല്ല. അപ്പൊ ബോസ് നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാം, എനിക്ക് എന്റെ ഫോൺ ഒന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി. അല്ല നിന്റെ ബോസ് ഭൂതണ്ടൻ നാരായണൻ അത്രയ്ക്ക് ഇന്റലിജന്റാ, എന്റെ ഫോൺ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ ഫ്രണ്ട് അല്ല സാറേ അതെന്താ അങ്ങനെ ഒരു സംശയം, അങ്ങനെയുടെ
കഴിവ് പറയണമെങ്കിൽ എന്റെ ഫ്രണ്ട് ഡിറ്റക്റ്റീവിന് 14ാമത്തെ വയസ്സിൽ സംഭവിച്ച ഒരു ഫ്ലാഷ് ബാക്ക് നിങ്ങൾ അറിയണം. അവൻ സ്റ്റേ ചെയ്ത വീടിന്റെ തൊട്ടടുത്ത് അവൻ ഫാമിലിയായിട്ട് കാണുന്ന നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു. അവര് ഒരു ചേച്ചിയും അനിയത്തിയായിരുന്നു. അനിയത്തിയുടെ പേര് ലക്ഷ്മി, ചേച്ചിയുടെ പേര് ശ്രാവണി. നമ്മുടെ ഹീറോയ്ക്ക് ചെറുപ്പം മുതലേ ചെറിയ കാഴ്ചക്കുറവിന്റെ പ്രശ്നമുണ്ട്. ഹീറോയ്ക്ക് വൺ സൈഡായിട്ട് ലക്ഷ്മി ഇഷ്ടമാണ്. എന്നാൽ ലക്ഷ്മി ആണെങ്കിൽ ഹീറോ തിരിഞ്ഞു നോക്കാറില്ല. ഒരു ദിവസം ലക്ഷ്മിയുടെ കമ്മല് കാണാതായപ്പോ ചേച്ചി ശ്രാവണി നമ്മുടെ ഹീറോയുടെ ഉള്ളിലുള്ള ഡിറ്റക്റ്റീവ് കഴിവ് അറിയുന്നതുകൊണ്ട് തന്നെ ആ ഒരു കമ്മല് കണ്ടുപിടിച്ചു കൊടുക്കാന് അവനെ കൂട്ടിക്കൊണ്ടിരുമ്പോ അവനാണെങ്കിൽ ലക്ഷ്മി നോക്കിയിട്ട് വെള്ളം ഇറക്കുകയാണ്. അപ്പൊ അവന്റെ കാരണത്തൊന്നും കൊടുത്തിട്ട് കമ്മല് നോക്കാനല്ലേ നമ്മൾ വന്നേ. അപ്പൊ ഹീറോ കാണാതെ കമ്മല് അവളുടെ തലമുടി തന്നെ ഉണ്ട്. നോക്കുമ്പോ ഹീറോ പറഞ്ഞ പോലെ തന്നെ അവളുടെ മുടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ആഹാ, നീ ആള് കൊള്ളാല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മിയായിട്ട് സംസാരിക്കാനും അവളെ ചെറുതായിട്ടൊന്ന് കളിയാക്കാനും തന്റെ ഇഷ്ടം പറയാനൊക്കെ ഹീറോ ശ്രമിക്കുന്നുണ്ട്. എന്നാല് അവൾക്ക് ഹീറോയോട് ഒരു താല്പര്യമില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഏട്ടനെ കാണിക്കുന്നത്. ഏട്ടന്റെ പേര് രഘു എന്നാണ്. നമ്മുടെ ഹീറോ ലക്ഷ്മി പ്രണയിക്കുമ്പോ ഹീറോയുടെ ഏട്ടന് ഒരു പ്രണയില്ലാണ്ടിരിക്കോ. രഘു തന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്. അവളുടെ പേരാണ് ഫാത്തിമ. അതായത് രഘു പ്രണയിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. അതുമാത്രമല്ല ഫാത്തിമയുടെ ഉപ്പയില്ലേ, അങ്ങേരൊരു SIO ആണ്. അങ്ങേരാണെങ്കിൽ അവരുടെ പ്രണയം അറിഞ്ഞിട്ടുണ്ട്. കോളേജിൽ പഠിക്കാൻ പോകുന്നതിന് പകരം എന്റെ മകളുടെ പിന്നാലെ അലയാ. അങ്ങനെ രഘുവിന് കണക്കിന് കൊടുത്തിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നാൽ അതിനുശേഷവും രഘുവും ഫാത്തിമയും അവരുടെ പ്രണയം കണ്ടിന്യൂ ചെയ്യാണ്. അവളുടെ ഉപ്പയോ ഫാമിലിയോ ഒന്നും അറിയാതെ അവര് പുറത്തൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു 2-3 ദിവസമായിട്ട് ഫാത്തിമയെ കാണുന്നുമില്ല. അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ പിക്ക് ചെയ്യുന്നുമില്ല. ഇനിയിപ്പോ അവളുടെ വാപ്പ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ. നേരിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് നോക്കുക തന്നെ. അങ്ങനെ വീട്ടിൽ പോയി നോക്കുമ്പോ ഫാത്തിമയും അവളുടെ വാപ്പയും ആരോ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോലീസ് ടീം വരികയാണ്. അപ്പോൾ ഓൾറെഡി ഫാത്തിമയുടെ നെഞ്ചിൽ കുത്തിയിരുന്ന ആ ഒരു കത്തി നമ്മുടെ രഘു ഊരുമായിരുന്നു. പോലീസ് കാണുമ്പോൾ അവന്റെ കയ്യിലെ കത്തിയില്ലേ, അപ്പോൾ രഘുവാണ് അവരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവനെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ചുനാള് കേസ് നടന്നെങ്കിലും രഘുവാണ് അവരെ കൊലപ്പെടുത്തിയെന്ന് തെളിയിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ലാത്തതുകൊണ്ട് തന്നെ രഘുവിനെ പോലീസ് ജാമ്യത്തില് വെറുതെ വിട്ടതാണ്. എന്നാലും ക്രൈം സീനിൽ വെച്ചിട്ടല്ലേ രഘുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. താൻ പ്രണയിച്ച ഫാത്തിമയും കുടുംബത്തെയും താനാണ് കൊന്നതെന്ന് സൊസൈറ്റി തുടർച്ചയായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ അവന് അത് സഹിക്കാൻ പറ്റാതെ രഘു ആത്മഹത്യ ചെയ്യാണ്. ആ ഒരു കാഴ്ച നമ്മുടെ ഹീറോയ്ക്കോ ഹീറോയുടെ ഫാമിലിക്കോ താങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ ചെറുപ്പം മുതലേ ഒരു ഡിറ്റക്റ്റീവിന്റെ ഏകദേശം കഴിവുള്ള നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്. ക്രൈം സീനിലെ രഘു ഉണ്ടായിരുന്ന ഒറ്റ കാരണത്തില് അവൻ തന്നെയാണ് കുറ്റവാളിയെന്ന് അവർ പെട്ടെന്ന് സ്ഥാപിച്ചില്ലേ. അതായത് ഫാത്തിമയുടെയും ഉപ്പയുടെയും മരണത്തിനെ കുറിച്ചിട്ട് പോലീസ് വ്യക്തമായിട്ട് അന്വേഷിക്കാത്തതുകൊണ്ടാണ് തന്റെ ഏട്ടനും തന്നെ വിട്ടുപോയത്. ശരിക്ക് ഫാത്തിമയുടെ ഫാമിലിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ആരായിരിക്കും അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക, ആ ഒരു കാര്യം മനസ്സിലാക്കാന് നമ്മുടെ ഹീറോ കുറേയധികം ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഒക്കെ കാണാണ്. അങ്ങനെ ക്രൈം കേസുകളെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തിട്ട് നേരെ ആ ഒരു ക്രൈം സീനിലേക്ക് പോവാണ്. എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാലോ അങ്ങനെ തേടി നോക്കുമ്പോ അവിടെ വെച്ച് ഒരു ശംഖുമാല ഹീറോയ്ക്ക് കിട്ടുകയാണ്. അല്ല, ഇത് ഫാത്തിമയുടെയും വാപ്പിയുടെയും വീടല്ലേ, ഒരു മുസ്ലിം വീട്ടില് ഇങ്ങനെ ശംഖുമാല വരാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കൊലയാളി ധരിച്ചു വന്നതായിരിക്കാം ഈ ഒരു മാല. അങ്ങനെ ആ ഒരു എവിഡൻസ് നമ്മുടെ ഹീറോ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നത് ഓൾറെഡി ആ ഒരു കൊലപാതകം നിന്റെ ഏട്ടൻ തന്നെയാണ് ചെയ്തതെന്ന്. നമ്മള് കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി വെറുതെ പോലീസിന്റെ പിന്നാലെ വന്നിട്ട് നമ്മുടെ സമാധാനം കളയരുത്. ഇപ്പോ സ്കൂളിൽ പോകേണ്ട പ്രായമല്ലേ, ആദ്യം സ്കൂളിൽ പോകാൻ നോക്ക്. അതില് വല്ലാതെ ദേഷ്യം വന്നിട്ട് ഹീറോ തീരുമാനിക്കുകയാണ്, വലുതായാല് ഉറപ്പായിട്ടും എനിക്ക് പോലീസ് ആണോ, എന്നിട്ട് എന്റെ ഏട്ടന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ഫാത്തിമയുടെ ഫാമിലിയെ കൊലപ്പെടുത്താരാണെന്ന് കണ്ടെത്തണം. എന്നാല് നമ്മുടെ ഹീറോയ്ക്ക് കണ്ണിന് കാഴ്ച കുറവില്ലേ, അതുകൊണ്ടാണ് ഹീറോയ്ക്ക് പോലീസ് ആവാൻ പറ്റാത്തതെന്ന് ഹീറോയുടെ ഫ്രണ്ടിലെ ബോസിനോടും അസിസ്റ്റന്റിനോടും ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. അത് കേട്ടപ്പോ അസിസ്റ്റന്റ് തുള്ളിച്ചാടിയിട്ട് ആഹാ സ്റ്റോറി കൊള്ളാല, അല്ല നമ്മുടെ ഹീറോയുടെ. അങ്ങനെ ഹീറോ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ബോസിനെയും അസിസ്റ്റന്റിനെയും ശരിക്കൊന്ന് നോക്കിയ ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോൺ കാണുന്നില്ലല്ലേ, അതിലെന്തോ പ്രധാനപ്പെട്ട ഡാറ്റാസ് ഉണ്ടായിരുന്നു അല്ലേ. അല്ല, ഞങ്ങളെ കണ്ടപ്പോ തന്നെ ഞങ്ങൾ വന്നത് ഫോൺ കാണാതായത് തേടി പിടിക്കാനാണ്, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബോസില്ലേ, ബോസിന്റെ ഡ്രസ്സ് ഷൂസ് എല്ലാം നല്ല ബ്രാൻഡഡ് ആണ്. എന്നാൽ അങ്ങയുടെ കയ്യിലുള്ള ആ ഒരു ഫോൺ മാത്രം ചൈന ഫോണാണ്. അത് വെച്ചിട്ട് ഞാൻ ഗസ് ചെയ്തതാണ് നിങ്ങളുടെ ഫോൺ ആയിരിക്കും മിസ്സായിട്ടുണ്ടാവുന്നത്. അപ്പൊ ബോസ് നിങ്ങൾ പറഞ്ഞത് 100% കറക്റ്റാ, അതുമാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട ചില ഡാറ്റാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഹീറോ ഫ്രണ്ടിനോട് എത്രയുടെ ഫീസ് വാങ്ങിയേ, 3 ലക്ഷം പറഞ്ഞ് 2 ലക്ഷം വാടകയില് ഹൗസ് ഓണർ എടുത്തിട്ട് പോയി, 3 ലക്ഷം ഫീസ് പറഞ്ഞിട്ടുള്ളൂ, എന്തെങ്കിലും ആവട്ടെ. അല്ല നിങ്ങളുടെ ഫോണ് എങ്ങനെയാ കാണാതെ. അപ്പൊ ബോസ് ഞാനൊരു പ്രൈവറ്റ് റിസോർട്ടില് ഒന്ന് എൻജോയ് ചെയ്യാൻ പോയതായിരുന്നു, അവിടെ വെച്ചാണ് കാണാതെ വന്നത്. ആഹാ, നിങ്ങൾ പറയുന്ന റിസോർട്ടില് CCTV ക്യാമറ പോലും ഇല്ലല്ലോ, കാരണം നിങ്ങളെ പോലത്തെ വലിയ കൈകള് ആ റിസോർട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ പെർഫോമൻസും കാഴ്ചവെച്ച് പോലെ, അതുകൊണ്ട് തന്നെ ആ ഒരു റിസോർട്ടില് ക്യാമറ വെച്ചിട്ടില്ല. അല്ല നിങ്ങൾ ആ ഫോണ് തേടി വരാന് അതിൻ്റെ ഉള്ളില് അതിന് മാത്രം എന്താ ഉണ്ടായിരുന്നേ. അപ്പൊ അസിസ്റ്റന്റ് ബോസ് റൂമിലേക്ക് പോയപ്പോ ആ പെൺകുട്ടിയായിട്ടുള്ളൊരു വീഡിയോ
വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. ആ ഫോണിലെ വീഡിയോ എങ്ങാനും പുറത്തു വന്നിട്ട് ഇങ്ങരുടെ ഭാര്യ എങ്ങാനും കാണുമെന്ന് പേടിച്ചിട്ടാ. അങ്ങനെ അവരോട് ചില കാര്യങ്ങളൊക്കെ ഹീറോ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നാളെ വൈകുന്നേരത്തിനുള്ളിൽ വന്നിട്ട് ഫോൺ വാങ്ങിക്കോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോ ഹീറോ ആണെങ്കിൽ ഫ്രണ്ടിനെ എടുത്ത് അലക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു പൈസക്കാരൻ വന്നിട്ട് 3 ലക്ഷം എനിക്ക് പറയാൻ തോന്നിയുള്ളൂ, ഞാനായിരുന്നെങ്കിൽ ഒരു 10 പറഞ്ഞേനെ. അപ്പൊ ഫ്രണ്ട് അതോടെ കേട്ടെ, അല്ല എങ്ങനെ ഇപ്പോ നീ ഫോൺ കണ്ടുപിടിക്കാൻ പോകുന്നേ? അതിനെ ഫോൺ എവിടെയാണല്ലേന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ഇല്ലേ, അങ്ങേരെ തന്നെ ആയിരിക്കാം ആ ഫോൺ എടുത്ത് വിറ്റിട്ടുണ്ടാവുക. അതെങ്ങനെ നിനക്ക് ഉറപ്പിക്കാൻ പറ്റുക? അതായത് ബോസ് ഇല്ലേ, അങ്ങയുടെ പെർഫോമൻസിന് റൂമിലേക്ക് പോകുന്ന സമയത്ത് ഫോൺ അവന്റെ റൈറ്റ് പോക്കറ്റിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അവര് പോകുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചപ്പോ ആ ഒരു റൈറ്റ് പോക്കറ്റിൽ തന്നെയാണ് അവന്റെ വണ്ടിയുടെ ചാവി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചാവി എടുത്തപ്പോ ആ ഒരു ഫോണ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ വീണതാണ്. എന്നാൽ ബോസ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു ഫോൺ കണ്ട സെക്യൂരിറ്റി ആ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വെറ്റിട്ടുണ്ടാവാം. അല്ല സെക്യൂരിറ്റി തന്നെയാണെന്ന് ഉറപ്പിക്കുക, വല്ല റൂം ബോയ്സ് ആയിക്കൂടെ? അപ്പൊ ഹീറോ ഇതിനു മുൻപ് ആ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഹോട്ടലിൽ നിന്ന് കുറേയധികം ഫോൺ കിട്ടിയ കാര്യവും അയാളെ വിറ്റ കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, അല്ല അവരാരും പിന്നീട് ഫോൺ ചോദിച്ച് വരാറില്ലേ? ഇവിടെ വരാറുള്ളതൊക്കെ പൈസക്കാരാണ്, അവർക്കൊരു ഫോൺ പോയാലും വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ, അടുത്ത ഫോൺ വാങ്ങിയിട്ട് അവരുടെ കാര്യം നോക്കിപ്പോ. അങ്ങനെയാണ് ഫോണ് സെക്യൂരിറ്റിയുടെ കയ്യിലുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചേ. അപ്പൊ ഫ്രണ്ട് അളിയ നീ സൂപ്പർ ആട്ടാ, ബോസും അസിസ്റ്റന്റും ഫോൺ അന്വേഷിച്ച് വന്നപ്പോ തന്നെ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ? അതൊക്കെ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായതാ. എന്നാൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വെയിറ്റ് കുറഞ്ഞൂലേ, അതുകൊണ്ടാണ് കുറച്ച് ബിൽഡപ്പെട്ടത്. നമുക്ക് ഫോൺ വാങ്ങിട്ട് വരാം. അങ്ങനെ നേരെ പോയിട്ട് സെക്യൂരിറ്റിക്ക് 2 കൊടുത്തിട്ട് ആ ഒരു ഫോൺ വാങ്ങിട്ട് വരികയാണ്. വന്നത് മാത്രമല്ല ആ ഫോണില് അതിനും മാത്രം എന്ത് വീഡിയോകളും നോക്കുകയാണ്. എന്നിട്ട് ആ വീഡിയോ കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോസിന് ഫോൺ കൊടുത്തയക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോ വീട്ടിലേക്ക് പോകുമ്പോൾ ഹീറോയുടെ അച്ഛനാണെങ്കിൽ ഹീറോയുടെ ചെവി പറിച്ചെടുക്കുന്ന രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. മര്യാദക്ക് ഒരു ജോലിക്ക് പോകാതെ ഡിറ്റക്റ്റീവ് ആണോ പോലീസ് ആണെന്നും പറഞ്ഞിട്ട് വെറുതെ ലൈഫ് കളഞ്ഞു വിളിക്കാണ്. അല്ല നിന്റെ ഏട്ടൻ രഘു മരണപ്പെട്ടപ്പോ അവന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആ ഒരു കേസ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഡിറ്റക്റ്റീവ് ആവാൻ തീരുമാനിച്ചേ? എന്നിട്ട് ആ കേസ് ഇതുവരെ നീ കണ്ടുപിടിച്ചോ? എന്റെ ഏട്ടന് ഒരു നാളെ ഞാൻ നീതി വാങ്ങി കൊടുക്കും, ഉറപ്പായിട്ടും ആ കേസ് ഞാൻ തെളിയിച്ചിരിക്കും. അതും പറഞ്ഞ് ഹീറോടൊന്ന് പോവാണ്. അടുത്ത സീനില് ചില ആളുകള് കാടിന്റെ ഉള്ളില് ഒരു പെൺകുട്ടിയുടെ ബോഡി കാണാണ്. ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുന്നുണ്ട്. ആ ബോഡിക്കും തലയുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസ് ടീം ഇപ്പൊ മൊത്തത്തില് 17 പെൺകുട്ടികളുടെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ കൊലപാതകവും ഒരേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബോഡിയില് ഒരു വെള്ള തുണി മൂടി വെച്ചിട്ട് ആ ശരീരത്തിന് മുകളില് ഈ വീടിനൊക്കെ കണ്ണ് തട്ടാതിരിക്കാന് ഒരുതരം പാവ ഉണ്ടാക്കി വെക്കില്ലേ, അതുപോലൊരു പാവ വെക്കുകയാണ്. അതുപോലെ ഫിംഗർ പ്രിന്റിലുള്ള എല്ലാ രേഖകളും റിമൂവ് ചെയ്തിട്ടുണ്ട്, ഒരു എവിഡൻസും കണ്ടെത്താതിരിക്കാൻ. അങ്ങനെ ഫോറൻസിക് ടീമിലെ കിട്ടുന്ന എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ പോലീസ് ഇൻസ്പെക്ടർ ആ ഒരു ഏരിയയിലുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇൻസ്പെക്ടർ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണ്. ആ ഒരു ക്രൈം സീനിലേക്ക് വന്ന് നമ്മുടെ ഹീറോയും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എസ് ചോദിക്കുന്നുണ്ട്, അല്ലളിയ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹീറോ പ്രത്യേകിച്ച് ഒന്നും അധികമായിട്ട് മനസ്സിലാവുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ പ്രാവശ്യം കണ്ടെത്തിയ ഡെഡ് ബോഡിയും ഈ ഒരു ഡെഡ് ബോഡിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ മരണപ്പെട്ട ഈ പെൺകുട്ടിക്ക് 6 വിരലാണ്, മൊത്തത്തില് 12 വിരലുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 വിരല് അവ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ എസ് ആ ഒരു കൈകളില് ഫിംഗർ പ്രിന്റ് ഇല്ലല്ലോ, പിന്നെ ഇപ്പോ 2 വിരൽ മുറിച്ചാലെന്താ, മുറിച്ചിട്ടില്ലെങ്കിൽ എന്താ? അങ്ങനെ എസ് ആണെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നാലും നമ്മുടെ ഹീറോയ്ക്ക് അതില് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് തന്നെ ഹീറോ ഡീപ്പായിട്ട് ചിന്തിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു മീഡിയ പ്രവർത്തക വരുന്നത്. ഇവള് തന്നെയാണ് നമ്മുടെ കഥയിലെ നായിക, അതായത് ഹീറോയുടെ ചെറുപ്പത്തിലെ ലവറിലെ നമ്മുടെ ലക്ഷ്മി, അവള് തന്നെ. അപ്പൊ ഇൻസ്പെക്ടർ, അല്ല ഇടക്കിടക്ക് കൊലപാതകം നടക്കുന്നുണ്ടോ? നിന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒന്നും വരാത്തെ, നീ ഒറ്റക്ക് വന്നേ? ഈ ഒരു ഇൻസ്പെക്ടർ നമ്മുടെ ലക്ഷ്മിയുടെ ഫ്രണ്ട് തന്നെയാണ്. അവള് ചോദിക്കുന്നുണ്ട്, എന്നെ വെറുതെ വാരിയിട്ട് കാര്യമില്ല, കഴിഞ്ഞ കുറെ വർഷമായിട്ട് ആ ഒരു കൊലയാളി തുടർച്ചയായിട്ട് പെൺകുട്ടികളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ, ഇതുവരെയായിട്ട് പോലീസിന് നിനക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റിയോ? അപ്പൊ ഇൻസ്പെക്ടർ, ലക്ഷ്മി ഞാനെന്താ ചെയ്യാ, മരണപ്പെട്ട പെൺകുട്ടികൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഒന്നില്ലെങ്കിൽ അവരുടെ കൈരേഖകൾ വേണം. അത് വെച്ചിട്ട് പോലീസ് ഡാറ്റാബേസിൽ അതുപോലെ ഗവൺമെന്റ് ഡാറ്റാബേസിലൊക്കെ മരണപ്പെട്ടത് ആരാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടികളുടെ തലയെങ്കിലും വേണം മുഖം വെച്ച് കണ്ടുപിടിക്കാൻ. ഇനിയിപ്പോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലും തന്റെ പെൺകുട്ടിയെ കാണാതായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് എങ്കിലും സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരുടെ DNA ആയിട്ട് മരണപ്പെട്ട പെൺകുട്ടികളുടെ DNA മാച്ച് ചെയ്ത് നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. എന്നാൽ ഞാൻ സർവീസിൽ കയറിയിട്ട് ഇതുവരെ ഒരു കംപ്ലൈന്റ് പോലും വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? അപ്പോഴാണ് SIക്ക് ഒരു ഫോൺ വരുന്നത്. അങ്ങനെ ഫോണിൽ സംസാരിച്ചു വന്നിട്ട് ലക്ഷ്മിയോട് ഇപ്പൊ എന്നെ വിളിച്ചതാരെന്നറിയോ? കർണാടക ബോർഡറിലെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള CI ശങ്കറാണ്. അങ്ങനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അങ്ങനെ ഏറ്റെടുത്ത ഒരു കേസ് പോലും അങ്ങനെ തെളിയിക്കാതിരുന്നിട്ടില്ല. ഇപ്പോ ഇവിടെ നടന്ന കൊലയെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അന്വേഷിക്കാനാണ് അങ്ങനെ ഫോൺ ചെയ്തത്. എന്നാൽ ആകെ CI ശങ്കറെയും
തല ചുറ്റിച്ചത് ഈ ഒരു കേസ് മാത്രമാണ്. അടുത്ത വർഷം അങ്ങേര് റിട്ടയർഡ് ആകാൻ പോവാണ്. കുറെ വർഷമായിട്ട് ഈ കേസിന്റെ പിന്നാലെ അങ്ങേര് തലകുത്തി നിന്നിട്ടുണ്ട്. അങ്ങേർക്ക് പോലും പറ്റിയിട്ടില്ല. എന്നാല് ലക്ഷ്മിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഇത്രക്കും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കൊലയാളിയാണ് ഇതിന്റെ പിന്നില്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ ഇല്ലേ നേരെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോവാണ്. അതായത് ഇവര് നെയ്ബേഴ്സ് അല്ലേ. ലക്ഷ്മി ആണെങ്കിൽ എന്തോ ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവളുടെ ചേച്ചി ശ്രാവണി ആർക്കും മെസ്സേജ് അയക്കാണ്. അപ്പൊ ഹീറോ നിനക്ക് ഒരു വിരൽ അധികം വെച്ചിട്ട് നീ ഇത് ആർക്ക് ഇത്രക്ക് സ്പീഡിൽ മെസ്സേജ് അയക്കുന്നേ? അങ്ങനെ ഫോൺ വാങ്ങി നോക്കുമ്പോ അവന്റെ തലക്കൊന്ന് കൊടുത്തിട്ട് ശ്രാവണി അവിടെ നോടിപ്പോവാണ്. അപ്പൊ ഹീറോ അല്ല നിന്റെ അനിയത്തി ലക്ഷ്മി എന്താ ഇങ്ങനെ കിളിപ്പോയ പോലെ ഇരിക്കുന്നേ? അവളാ കൊലയാളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ പോയി ചോദിച്ചു നോക്ക്. അപ്പൊ ഹീറോ അവളോട് നീ വെറുതെ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അപ്പൊ ലക്ഷ്മി നിന്നെ കൊണ്ട് പറ്റുന്ന വല്ലതും പറ, ചെറിയ കുട്ടികളുടെ കേസല്ലേ ഇത്, പോലീസ് ടീമിന് വരെ തല ചുരിച്ചതാ. എന്നാൽ അത് ഹീറോയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോ നേരെ തന്റെ ഫ്രണ്ട് എസ് എ കാണാൻ പോയിട്ട് ഈ ഒരു കേസ് അത് നമുക്ക് വെറുതെ വിടാൻ പാടില്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോണ്. അപ്പോഴാണ് പുറത്ത് ഒരാള് എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നത്. നോക്കുമ്പോൾ അങ്ങേര് പറയുന്നത് എന്റെ ഭാര്യയെ കാണുന്നില്ല, എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് താന്നാണ്. എന്നാൽ പോലീസ് കോൺസ്റ്റബിൾസ് ഒക്കെ അയാളെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഹീറോ അല്ല അയാളുടെ ഭാര്യയെ കാണുന്നില്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ലേ, അയാൾ എന്തിനാ അടിച്ചോടിക്കാൻ നോക്കുന്നേ? അപ്പൊ ഫ്രണ്ട് അവന്റെ ഭാര്യ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവനവളെ നേപ്പാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാ. എന്നാൽ ഫാമിലിയിലെ എന്തോ പൈസ പ്രശ്നമായിട്ട് പിന്നീട് അവള് പ്രോസ്റ്റിറ്റ്യൂഷനിൽ ഇറങ്ങിയിരുന്നു. അതിനുശേഷമാണ് അവളെ കാണാതാന്ന്. അന്ന് മുതൽ ഇന്ന് വരെ എന്നും വന്നിട്ട് എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയെ കണ്ടുപിടിച്ചുകൊണ്ടാന്ന് അവനിങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ആ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ഡീറ്റെയിൽസും അവന്റെ കയ്യിലുമില്ല, നമുക്ക് കണ്ടെത്താനും പറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മുടെ എസ് ഐയിലെ ഹീറോയെ ചെറുതായിട്ടൊന്ന് ചൊറിയാണ്. അല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കേസ് നിനക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ? അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് CI ശങ്കർ ജോലി ചെയ്യുന്ന കർണാടക ബോർഡറിലുള്ള ആ ഒരു ഗ്രാമമാണ്. അങ്ങേരുടെ ഏരിയയിലും ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അതും ഇതുവരെ ആ ഒരു കൊലയാളി നടത്തിയ അതേ മെത്തേഡിൽ തന്നെയാണ് കൊല നടത്തിയിട്ടുള്ളത്. ആ ഒരു പെൺകുട്ടിക്ക് തലയില്ല, കൈരേഖകളില്ല, അതുപോലെ ശരീരത്തിന്റെ മുകളിൽ ആ ഒരു പാവയും വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോ CI ശങ്കർ ആണെങ്കിൽ കുറെ വർഷമായിട്ട് കർണാടകയിലെ അവൻ കൊലപാതകം നടത്തിയിട്ടില്ലല്ലോ, പിന്നെ പെട്ടെന്ന് എന്താണ് അവന് കൊല തുടങ്ങാൻ കാരണം? അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയും ഹീറോയുടെ ഫ്രണ്ട് എസ് ഐയിലെ അങ്ങേരും ടീമും വരുന്നത്. അതായത് ഓൾറെഡി എസ് ഐ CI ശങ്കറിനോട് ഹീറോയും ടീമും വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്ന ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? പഴയ പോലെ തന്നെ, പ്രത്യേകിച്ച് ഒരു ക്ലൂ ഇല്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയിലെ എന്തോ ഒരു കാര്യം ആ ഒരു ഡെഡ് ബോഡിയിൽ നോട്ട് ചെയ്യുന്നത്. അതായത് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ഒരു കയ്യില് 6 വിരലുണ്ട്. ആ ഒരു 6ാമത്തെ വിരലിലെ ആ കൊലയാളി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഡെഡ് ബോഡിയുടെ കാലില് ഒരു തയമ്പും കാണുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത് ഇതേ തയമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അത് വേറെ ആരുതുമല്ല നമ്മുടെ ഹീറോയിനിലെ ലക്ഷ്മി അവളുടെ ചേച്ചി ശ്രാവണിയുടെ കാലിൽ തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് അത് ലക്ഷ്മിയുടെ ചേച്ചി ശ്രാവണിയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് DNA ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അവസാനം ഹീറോ ഗസ് ചെയ്ത പോലെ തന്നെ കൊല്ലപ്പെട്ടത് അത് ശ്രാവണി തന്നെയായിരുന്നു. ഹീറോയുടെ മനസ്സ് തകർന്നു പോവാണ്. താനൊരു ചേച്ചിയാര് കണ്ടിട്ടുണ്ടായിരുന്ന ശ്രാവണിയെ തന്നെ അവസാനം ആ കൊലയാളി കൊന്നു കളഞ്ഞില്ലേ. എന്നാൽ തന്റെ ചേച്ചി മരണപ്പെട്ട് അറിഞ്ഞിട്ട് ലക്ഷ്മിയുടെ അമ്മയും പൊട്ടി കരയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിക്കാണെങ്കിൽ അച്ഛനില്ല. അങ്ങനെ അവളുടെ മരണച്ചടങ്ങൊക്കെ നടക്കുകയാണ്. ശ്രാവണിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോഴാണ് അവൾക്ക് ശേഖർ എന്ന പേരിലെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായ കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ ശേഖറിനെ വിളിച്ചിട്ട് നമ്മുടെ CI ശങ്കർ ചോദിക്കുന്നുണ്ട് അവസാനമായിട്ട് നീ എപ്പോഴാടാ അവളെ കണ്ടിട്ടുണ്ടായിരുന്നേ? അപ്പോൾ അവൻ പറയുന്നുണ്ട് സാറേ ഞാനും അവളും കൂടി അവസാനമായിട്ട് ഒരു അമ്പലത്തിൽ പോയതാ, അതിനുശേഷം അവളെ ഞാൻ ബസ് കയറ്റി വിടുകയും ചെയ്തു. അപ്പൊ CI അല്ല നിനക്കെങ്ങനെയാ അവളുമായിട്ട് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തേ? സാറേ ഞാനും ശ്രാവണിയും ഒരേ കോളേജിൽ ലെക്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഒരു റിലേഷൻ സ്റ്റാർട്ട് ആവുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അവസാനമായിട്ട് ഞാൻ കാണുന്നത്. ഇന്നിപ്പോ അവളെ ഒരു അവസ്ഥയില് ആ ഒരു കൊലയാളി അവൻ ഒരിക്കലും വിടരുത് സാറേ. അടുത്ത സീനിലെ നമ്മുടെ ഹീറോയും ഫ്രണ്ടും അതുപോലെ SIയിലെ അങ്ങേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ആ ഒരു കൊലയാളിയെ നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരിക്കലും ശ്രാവണിക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇനി ആ കൊലയാളിയെ ഞാൻ വെറുതെ വിടില്ല, അവനെ ഞാൻ കണ്ടെത്തിയിരിക്കും. അപ്പൊ SI അളിയ ഇനി ഒന്നും നോക്കണ്ട, നീ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങിക്കോ, നിന്റെ പിന്നാലെ ഞാനുണ്ട്. അപ്പൊ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് നീ വെറുതെ കൊണ്ടുപോയിട്ട് ആ ഒരു കൊലയാളിയുടെ കയ്യിൽ തലവെച്ച് കൊടുക്കണ്ട. ഓൾറെഡി തെലങ്കാനയിലെയും അതുപോലെ കർണാടകയിലെയും 2 സ്റ്റേറ്റിലെ പോലീസ് തലവെച്ച് നിന്നിട്ടും അവനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ഇവൻ ഇറങ്ങി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന കാര്യങ്ങളും ആ ഒരു കൊലയാളി അറിഞ്ഞാല് ഇവന്റെ ജീവൻ ആപത്തല്ലേ. അപ്പൊ SI പിന്നെ നമ്മൾ എന്താ ചെയ്യാ? തുടർച്ചയായിട്ട് പെൺകുട്ടികൾ മരണപ്പെട്ടുകൊണ്ട് ഇരിക്കല്ലേ, ചിലപ്പോ ഇവനെങ്കിലും ആ കൊലയാളി കണ്ടെത്താൻ പറ്റിയാലോ. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയിലെ ശ്രാവണിയുടെ വിയോഗത്തില് തകർന്നിരിക്കുന്ന അവരുടെ ഫാമിലിയെ സമാധാനിപ്പിക്കാൻ വരുമ്പോ ആ ഒരു അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചെന്ന് പറയാം. എന്നാൽ എന്റെ മോള് ലക്ഷ്മിയില്ലേ അവള് 2 ദിവസമായിട്ട് ഒരു വറ്റ് കഴിക്കോ ലേശം വെള്ളം പോലും അവള് കുടിക്കാതെ റൂമിൽ തന്നെ അടഞ്ഞിരിക്കുകയാണ്. പറ്റുകയാണെങ്കിൽ അവൾക്ക് ലേശം ഭക്ഷണം നീ കൊടുക്കാൻ നോക്ക്. അങ്ങനെ ഹീറോയും ഫുഡ് എടുത്തിട്ട് അവളോട് പറയുന്നുണ്ട് നിന്നെ വിട്ടുപോയ ചേച്ചി
ഇനി കുറെ നീ കരഞ്ഞോണ്ടോ കുറെ പട്ടിണി കിടന്നോണ്ടോ തിരിച്ചു വരാൻ പോകുന്നില്ല. വെറുതെ അമ്മയും കൂടി വിഷമിപ്പിക്കല്ലേ. അപ്പൊ ലക്ഷ്മി നിനക്കിപ്പോ എന്താ വേണ്ടേ? ഈ ഫുഡ് ഞാൻ കഴിച്ചാ പോരെ. അങ്ങനെ ആ ഒരു ഫുഡ് വാങ്ങിട്ട് അവൾ കഴിക്കുമ്പോ ഹീറോ അവളെ സമാധാനിപ്പിക്കാനേ നീ വിഷമിക്കണ്ട, ഉറപ്പായിട്ടും ആ കൊലയാളി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ ദേഷ്യത്തില് അവളെ ഹീറോയുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട്, അല്ല നീ എന്ത് തെളിയിക്കുന്ന? ചെറുപ്പത്തില് നിന്റെ ഏട്ടൻ മരണപ്പെട്ടില്ലേ, അതിനുശേഷം അതിന് കാരണമായിട്ടുള്ള ആ കൊലയാളിയെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ടല്ലേ നീ ഡിറ്റക്റ്റീവ് ആയത്? എന്നിട്ട് ഇതുവരെ ആ കേസ് നിനക്ക് തെളിയിക്കാൻ പറ്റിയോ? ആ ഒരു ചെറിയ കേസ് പോലും നിനക്ക് പറ്റിയില്ല. എന്നിട്ടാണോ 18 പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ ഇത്രയും വലിയൊരു കേസ് നീ തെളിയിക്കാൻ പോന്നെ? ആളെ കളിയാക്കാതെ ഒന്ന് ഇറങ്ങിപ്പോടാ. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തോ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിറ്റക്റ്റീവ് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇൻസ്പെക്ടർ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഒരു വണ്ടിയൊക്കെ വാങ്ങിയിട്ട് ഹീറോ നേരെ പോകുന്നത് നമ്മുടെ ശ്രാവണിയിലെ അവളുടെ ബോയ് ഫ്രണ്ട് ശേഖരനെ കാണാനാണ്. എന്നിട്ട് അവസാനമായിട്ട് ശ്രാവണിയെ നീ എപ്പോഴാണ് കണ്ടിരുന്നേ, അതൊന്നുകൂടി പറയാവോ? ചെറിയൊരു ക്ലൂ ആണെങ്കിലും അവളുടെ കൊലകളെ കണ്ടുപിടിക്കാൻ അത് ഹെൽപ്പാവും. അപ്പോൾ അവൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ടൈം ലേറ്റായി. അപ്പോൾ അവളെ വീട്ടിലേക്ക് ബസ്സിൽ കയറ്റി വിട്ടതാ. അതിനുശേഷം അവൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതിനുശേഷമായിരിക്കാം ആ കൊലയാളി അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഹീറോ അല്ല വേറെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കണ്ട പോലെ, അവളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്ന പോലെയോ, അവൾക്ക് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹീറോ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഓർമ്മ വരികയാണെങ്കിൽ പറഞ്ഞാൽ മതി, എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമെന്ന്. ഞാനും ഒന്ന് നോക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇറങ്ങാനൊരുങ്ങുമ്പോൾ ശേഖർ പറയുന്നുണ്ട് ഞാനും കൂടെ വരാം. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് നമ്മുടെ ശ്രാവണിയുടെ ഫ്രണ്ട്സിനോട് മുഴുവനായിട്ട് അവളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അവൾ പഴയ പോലെ നമ്മളോട് സംസാരിക്കാനുണ്ടായിരുന്നില്ല. അവൾക്ക് എന്തോ ടെൻഷൻ ഉണ്ട് എന്ന കാര്യം ഉറപ്പായിരുന്നു. ചിലപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കരുതിയിട്ട് ഞാനും കൂടുതലൊന്നും ചോദിച്ചില്ല. അങ്ങനെ ഫ്രണ്ട്സിന് അറിയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ശേഖർ പറയുന്നത് ഇവര് പറയുന്ന പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾ ആദ്യം എന്നോട് അതിനെക്കുറിച്ച് എന്തായാലും പറയായിരുന്നു. ഇനിയിപ്പോ ഞാൻ പോലും അറിയാത്ത വേറെ എന്തെങ്കിലും പ്രശ്നം അവൾക്ക് ഉണ്ടായിട്ടുണ്ടാവോ? അപ്പൊ ഹീറോ നമുക്ക് എന്തായാലും അത് കണ്ടുപിടിച്ചളയാം. അങ്ങനെ അവര് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വഴിയിൽ ഒരു ചെറിയ ചായക്കടയിൽ നിർത്തിയിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു കാറ് പാഞ്ഞു വന്നിട്ട് നമ്മുടെ ഹീറോയെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. പാസ് ചെയ്തു പോയ ആ കാറിന്റെ നമ്പർ നോക്കുമ്പോൾ ആ വണ്ടിയിലെ നമ്പർ പ്ലേറ്റേ ഇല്ല. അതായത് ആരോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഹീറോയെ കൊല്ലാൻ നോക്കിയെന്ന് ഉറപ്പാവാണ്. ഹീറോയ്ക്ക് ചെറിയ മുറികൾ പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ലേ, ആ ഒരു കാഴ്ച ഉണ്ട് ഹീറോയുടെ അച്ഛനമ്മ വല്ലാതെ സങ്കടപ്പെട്ടിട്ട്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാ ഈ ജോലി നിനക്ക് വേണ്ട, വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാൻ. അപ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്മി വരികയാണ്. അപ്പോൾ ഫ്രണ്ട് ഹീറോയുടെ അച്ഛനും അമ്മയും അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവള് ഹീറോയോട് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ വല്ലാതെ എമോഷണലി ഡൗൺ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയെ. നീ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇത്രക്കും റിസ്ക് എടുക്കേണ്ട എന്താ ആവശ്യമാണ്? നിന്റെ ലൈഫ് നിന്റെ ഹെൽത്ത് നോക്കണ്ടേ? അപ്പൊ ഹീറോ ഞാനതിന് ഈ ഇൻവെസ്റ്റിഗേഷൻ എടുത്തത് അത് നിനക്ക് വേണ്ടിയിട്ടല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടിരുന്ന ശ്രാവണിയുടെ കൊലയാളിയെ കണ്ടുപിടിക്കാനാ. അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാതെ ഒരു സ്റ്റെപ്പ് ഞാൻ പിന്നോട്ടില്ല. അപ്പോൾ അവള് അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നിന്റെ കൂടെ ഞാനും വരാം. അപ്പൊ ഹീറോ നീ വന്നിട്ട് എന്ത് ചെയ്യാനാ? കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ ഒരു കേസ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ കേസിനെ കുറിച്ച് ഒരു 3/4 ഭാഗം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷനിൽ നിനക്ക് ഞാൻ ഹെൽപ്പായിരിക്കും. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് അടുത്ത ദിവസം അവർ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങാണ്. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്രൈം സീനിലേക്ക് ഒരു ഓട്ടോ വന്ന് പോയതായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല കൊല്ലപ്പെട്ട നമ്മുടെ ശ്രാവണിയിലെ അവളുടെ ശരീരം പൊളിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിയിലെ അതൊരു പ്യുവർ കോട്ടൺ ആണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്യുവർ ആയിട്ടുള്ള ഒരു കോട്ടൺ ആരും ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് പോളിസ്റ്റർ മിക്സ് ചെയ്തിട്ടുള്ള കോട്ടൺ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുമാത്രമല്ല ആ ഒരു ഡെഡ് ബോഡിയുടെ മുകളിലായിട്ട് ഒരു പാവ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു പാവ മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള ബൊമ്മകളൊക്കെ ഉണ്ടാക്കാറുള്ളൂ. എന്നാൽ ഇതുവരെ മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഹീറോ തന്റെ ഓഫീസിലേക്ക് വന്ന ശേഷം ആദ്യത്തെ കൊലപാതകം മുതൽ ഇതുവരെ നടന്ന കൊലപാതകങ്ങളൊക്കെ എവിടെയാണ് നടന്നതെന്ന് മാപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ആദ്യത്തെ 5 കൊലപാതകം കർണാടകത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ബാക്കി കൊലപാതകങ്ങൾ നമ്മുടെ സിറ്റിയിൽ വന്നിട്ട് ആ ഒരു കൊലയാളി ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും കർണാടകയിലുള്ള അതേ ഫോറസ്റ്റ് ഏരിയയിൽ വീണ്ടും ആ കൊലയാളി കൊലപാതകം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹീറോ ആ ഒരു മാപ്പ് നോക്കുമ്പോൾ മാപ്പ് മൊത്തത്തിൽ ഒരു രൂപം പോലെ തോന്നുകയാണ്. അതായത് കൊലയാളി കൊലപാതകം ചെയ്തിട്ട് ഓരോ ഫോറസ്റ്റിലല്ലേ നിക്ഷേപിച്ചിട്ട് പോകുന്നത്, അത് മുഴുവൻ നോക്കുമ്പോൾ ഒരു ഷേപ്പ് പോലെ ഉണ്ട്. അതായത് കൊലയാളി ഒന്നുകിൽ എന്തോ പറയാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ കാണിച്ച് വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഇതുവരെ ഇവർക്ക് തെലങ്കാനയിലെ സ്റ്റേഷനിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അപ്പോൾ നേരെ അവർ കർണാടകത്തിലെ ഈ കേസ് ആദ്യം അന്വേഷിച്ചിരുന്ന CI ശങ്കർ മീറ്റ് ചെയ്യാൻ പോണ്. അങ്ങനെ അങ്ങരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ശങ്കറിന്റെ മകള് മായാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ ഉള്ളിലുണ്ട്, ഞാൻ വരാൻ പറയാന്ന് പറഞ്ഞിട്ട് അവള് ശങ്കറിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങേര് അല്ല എന്താ ഇങ്ങോട്ടൊക്കെ, ആ ഒരു തുടർ കൊലപാതകല്ലേ അതിപ്പോ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഹെൽപ്പ് ആവുന്ന എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് ഒന്ന് തേടി ഇറങ്ങിയതാ. അപ്പോൾ CI ശങ്കർ ആണെങ്കിൽ കുറെ വർഷമായിട്ട് ഞാൻ ഈ കേസിന്റെ പിന്നാലെ ഉണ്ട്, പ്രത്യേകിച്ച് എനിക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ട എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സ്റ്റേഷനിൽ ചെയ്തു തരാൻ
ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അങ്ങനെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് കിട്ടിയ എവിഡൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു നാട്ടില് ഇതുവരെ 6 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. 6ാമതായിട്ട് കൊല്ലപ്പെട്ടത് നമ്മുടെ ലക്ഷ്മിയുടെ ചേച്ചി ശ്രാവണിയാണ്. എന്നാൽ മുൻപ് കൊല്ലപ്പെട്ട 5 പെൺകുട്ടികളെയും പുതപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിയിലെ അത് ഒരേ മോഡലാണ്. എന്നാൽ ശ്രാവണിയെ പുതപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തുണി അത് വേറെ മോഡലാണ്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അളിയ അതിന് 5 കൊലപാതകം നടന്നിട്ട് 15 വർഷമായില്ലേ, അതിനുശേഷം ഒരു കൊലപാതകം നടക്കുമ്പോൾ ചിലപ്പോൾ സെയിം തുണി കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ ഹീറോയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അതൊന്നുമല്ല. അങ്ങനെ വീണ്ടും വീണ്ടും ആ ഒരു തുണി തന്നെ ഹീറോ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ എന്തോന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പ്രിന്റിങ് പതിയെ പതിയെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഹീറോ ആണെങ്കിൽ ഓരോ അക്ഷരങ്ങൾ ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ എഴുതാണ്. അവസാനം നോക്കുമ്പോൾ അതൊരു ക്ലിനിക്കിന്റെ പേരാണ്. ആ ഒരു ക്ലിനിക്ക് എവിടെയാന്ന് വെച്ചാൽ അത് തെലങ്കാനയിലാണ്. അത് മാത്രമല്ല ലക്ഷ്മിയുടെ ചേച്ചി ശ്രാവണിയിലെ അവള് പഠിപ്പിക്കാൻ പോകുന്ന അതേ കോളേജിന്റെ അരികിൽ തന്നെയാണ്. അങ്ങനെ അവർ 3 പേരും ആ ക്ലിനിക്കിലേക്ക് പോയിട്ട് അവിടുത്തെ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ CA ശങ്കറിലെ ശ്രാവണിയുടെ ലവർ ശേഖർ അറസ്റ്റ് ചെയ്യാൻ കോളേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ഹീറോ CA വിളിച്ചിട്ട് ശ്രാവണിയെ കൊലപ്പെടുത്തിയത് അവളുടെ ലവർ തന്നെ എന്ന് പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അത് ഓൾറെഡി എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ കോളേജിലുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവനെടുത്ത് പഞ്ഞിക്കിട്ട് ഞെട്ടും ബോൾട്ട് വിളക്കുമ്പോൾ ശരിക്ക് എന്താണ് സംഭവിച്ചെന്നില്ല എല്ലാ ഫ്ലാഷ് ബാക്കും പറയാണ്. ശേഖറും ശ്രാവണിയും പ്രണയിക്കുന്ന സമയത്ത് തന്നെ അവര് ഒരിക്കൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളും എന്റെ ഫാമിലിയിൽ അറിഞ്ഞാല്, എന്റെ അമ്മ അറിഞ്ഞാല് ചിലപ്പോ എന്നെ കൊന്നുകളയും, അവർ വല്ലാതെ തകർന്നു പോകും. ആ ഒരു കാര്യം ശേഖറിനോട് പറഞ്ഞപ്പോ, നീ ടെൻഷൻ അടിക്കണ്ട, എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് അബോർട്ട് ചെയ്യാം. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. എന്നാൽ അങ്ങനെ ഒരു ഫേക്ക് ഡോക്ടറായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ നോക്കിയിട്ട് അവസാനം കൊല്ലപ്പെട്ടത് ശ്രാവണിയായിരുന്നു. എന്നാൽ അവള് മരണപ്പെട്ട് അറിഞ്ഞിട്ട് ഷോക്കായ ഡോക്ടറും ശേഖറും അപ്പോഴാണ് തുടർ കൊലപാതകങ്ങൾ നടത്തുന്ന ആ ഒരു കൊലയാളിയെ കുറിച്ചിട്ടുള്ള ന്യൂസ് കേൾക്കുന്നത്. അവൻ എങ്ങനെയൊക്കെയാ കൊലപാതകം ചെയ്യുന്നതെന്ന് ഓൾറെഡി ന്യൂസിൽ പബ്ലിഷ് ചെയ്യുന്നില്ലേ. അപ്പോൾ അതേ മെത്തേഡില് അവൻ കൊല ചെയ്യുന്ന പോലെ തന്നെ കൊലപാതകം ചെയ്തിട്ട് അവളുടെ വിരല് മുറിച്ചെടുത്തിട്ട് അവളുടെ ബോഡി നിക്ഷേപിച്ചതാണ്. എന്നാൽ തെലങ്കാനയില് അവരുടെ നാട്ടിൽ തന്നെ ആ ഒരു ബോഡി ഒഴിവാക്കിയാൽ ചിലപ്പോൾ കുടുങ്ങുന്നു ഭയന്നിട്ടാണ് 15 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു കൊലയാളി എവിടെ നിന്നാണ് കൊലപാതകം തുടങ്ങിയത്, ആ ഒരു കർണാടക ബോർഡറിൽ കൊണ്ടുപോയിട്ട് ബോഡി നിക്ഷേപിച്ചിട്ട് വന്നത്. അപ്പോൾ ശേഖറും ഡോക്ടറും കൂടി ഈ ഒരു കൊലപാതകം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഇതിന് മുൻപത്തെ കൊലയായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ചൊറിഞ്ഞു കയറിയിട്ട് അവന്റെ കരണടിച്ച് പൊളിച്ചിട്ട്, ഇതാണോടെ നിന്റെ പ്രണയം, ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് അവള് മരണപ്പെട്ടു പോയാലും അവളുടെ ശരീരത്തിൽ കത്തിവെക്കാന് അവളുടെ തല മുറിക്കാനൊക്കെ നിനക്ക് എങ്ങനെയാണ് തോന്നിയ? അതില് വല്ലാതെ മനസ്സ് കറന്നിട്ട് ഹീറോയും ലക്ഷ്മിയും പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ SI ഇല്ലേ സിയോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, ഈ ശേഖറാണ് കൊലയാളിയെന്ന് സാർ എങ്ങനെ കണ്ടുപിടിച്ച്? ഓൾറെഡി ആ ഒരു കൊലയാളി നടത്തുന്ന എല്ലാ കൊലപാതകവും ഇല്ലേ, അവൻ വളരെ പക്ക പ്ലാനിങ്ങോടാണ് ചെയ്യുന്നത്. ഇതുവരെ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ബോഡി പോലും ആരതാണെന്ന് നമുക്ക് കണ്ടെത്താനേ പറ്റിയിട്ടില്ലല്ലോ. എന്നാൽ എപ്പോഴാണ് ഹീറോയ്ക്ക് കൊല്ലപ്പെട്ടത് ശ്രാവണിയാണെന്ന് മനസ്സിലായത്, ആ ഒരു ബോഡി അവൻ ഐഡന്റിഫൈ ചെയ്തത്, അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു കൊലയ്ക്ക് പിന്നിൽ ഓൾറെഡി കൊലപാതകം ചെയ്യുന്ന ആ ഒരു സീരിയൽ കില്ലർ അല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ആരായിരിക്കുന്നുള്ള സംശയത്തിലാണ് ഞാനും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ എനിക്ക് സംശയം ശേഖറിന്റെ മേലെ തന്നെയായിരുന്നു. അങ്ങനെ അവനെ ഫോളോ ചെയ്തപ്പോഴാണ് അവൻ അന്ന് ഞങ്ങളോട് പറഞ്ഞ പോലെ അവനൊരു അമ്പലത്തിലേക്കും പോയിട്ടില്ല, മറിച്ച് അവൻ നേരെ ശ്രാവണിയും കൂട്ടിയിട്ട് ആ ഒരു ക്ലിനിക്കിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവൻ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ എല്ലാ കാര്യം മിസ്സോട് പറയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഹീറോ ആ ഒരു സീരിയൽ കില്ലറെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്, അതായത് ഇവർക്കിപ്പോ ഒരു ചെറിയ തെറ്റ് പറ്റിയില്ലേ, അതുപോലെ ആ ഒരു സീരിയൽ കില്ലറിനും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഈ ലോകത്ത് ഒരു പെർഫെക്റ്റ് ക്രൈമും ആരും ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കും? അങ്ങനെ ഹീറോയ്ക്ക് കിട്ടിയിട്ടുള്ള എല്ലാ എവിഡൻസും വെച്ചിട്ട് ഹീറോ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, അതായത് ശ്രാവണി കൊല്ലപ്പെടുന്നതിന് മുൻപ് മരണപ്പെട്ട ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ കയ്യില് മൊത്തത്തില് 12 വിരലുണ്ടായിരുന്നില്ലേ, അതിലെ 2 വിരല് ആ കൊലയാളി കട്ട് ചെയ്തെടുത്തിട്ടല്ലേ അവളുടെ ബോഡി നിക്ഷേപിച്ച് പോയത്. അല്ല, ഇതുപോലെ 12 വിരലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത്, കഥയുടെ ആരംഭത്തില് ഒരു പണക്കാരൻ ബോസും അസിസ്റ്റന്റും ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അരികിലേക്ക് വന്നിരുന്നില്ലേ. ആ ഒരു ഫോൺ ഹീറോ കണ്ടെത്തിയിട്ട് ആ ഫോണിലെ വീഡിയോ ചെക്ക് ചെയ്തപ്പോ അതിൽ കണ്ട പെൺകുട്ടിക്കും ഇതുപോലെ 12 വിരലുണ്ടായിരുന്നു. എന്നാൽ എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുന്നു പറഞ്ഞിട്ട് ഹീറോയുടെ ഫ്രണ്ടിലെ ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു വീഡിയോ നമ്മുടെ ഹീറോ പ്ലേ ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയും കൈകൊണ്ട് ക്യാമറ മറിച്ചിട്ട് എന്നെ റെക്കോർഡ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവളുടെ കയ്യിൽ 12 വിരലുണ്ട്. അത് മാത്രമല്ല അവളുടെ കഴുത്തിലായിട്ട് ആ ഒരു ശംഖിന്റെ മാലയില്ലേ, അതുപോലൊരു മാലയുണ്ട്. ഇതേപോലത്തെ മാല ഇതിനു മുൻപ് ഹീറോ ഇവിടെ കണ്ടത് തന്റെ ഏട്ടന്റെ ലവർ ആയിരുന്ന ഫാത്തിമ കൊല്ലപ്പെട്ടപ്പോ അവളുടെ വീട്ടിലും വെച്ച് കിട്ടിയിരുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ തുടർച്ചയായിട്ട് പെൺകുട്ടികളെ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ കൊലയാളി തന്നെയാണ് ഫാത്തിമയും കൊലപ്പെടുത്തിയത്.
തന്റെ ഏട്ടന്റെ മരണത്തിന് കാരണമായതും ഈ ഒരു 2 കേസും ഒന്നിച്ച് തീർക്കാൻ പോണെന്ന് ഹീറോ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ആ ഒരു കൊലയാളിയില്ലേ, അവൻ അടുത്ത കൊലപാതകം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ടീമും നേരെ പോകുന്നത് ആ ഒരു പണക്കാരൻ ബോസിലെ അങ്ങേരെ കാണാനാണ്. നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കേണ്ടിരുന്നു. അപ്പൊ അങ്ങേര് വെറുതെ സമാധാനം കളയാതെ ഒന്നുകൂടെ പോയി തരുമോ? അപ്പോ ഫ്രണ്ട് ആ വീഡിയോ കാണിച്ചിട്ട്, അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഭാര്യയും കാണട്ടെ അല്ലേ? അയാളുടെ ഭാഗ്യത്തിന് ആ വീഡിയോ ഭാര്യ കണ്ടിട്ടുണ്ട്. അങ്ങനെ ബോസിന്റെ അടുത്തിട്ട് പഞ്ഞു കിടുകയാണ്. അവസാനം ഹീറോ ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയെ അവസാനം നിങ്ങൾ എവിടെ വെച്ചാൽ കണ്ടിട്ടുണ്ടായിരുന്നു? അപ്പോ ബോസ് പറയുന്നുണ്ട്, ഓൾറെഡി ആ ഒരു റിസോർട്ടിൽ ഞാനൊരു പെൺകുട്ടിയെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിസോർട്ടിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഫറദ ഇട്ടിട്ട് ഒരു പെൺകുട്ടി പുറത്തിരിക്കുന്ന ഞാൻ കാണുന്നത്. അങ്ങനെ അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കിയതാണ്. എന്നാൽ അവള് ഫോണിന്റെ ക്യാമറ കൈകൊണ്ട് മറച്ചുകൊണ്ടേയിരുന്നു. ഓൾറെഡി ഞാൻ റൂമിന്റെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഫറദ ഇട്ട വേറൊരു പെൺകുട്ടി ഉള്ളിലേക്ക് വന്നിട്ട് എന്റെ കാരണക്കുട്ടി കടിച്ചിട്ട് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം അവള് എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഹീറോ ആയിക്കോട്ടെ, പിന്നെന്താ സംഭവിച്ചേ? പിന്നെ ഞാൻ ബുക്ക് ചെയ്ത ആ ഒരു പെൺകുട്ടി വരികയും ചെയ്തു. അങ്ങനെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, ഈ ഒരു കേസിൽ എന്നെ സഹായിക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. ആ പെൺകുട്ടിയെ കുറിച്ചോ അന്നത്തെ ദിവസത്തെ കുറിച്ചോ നിങ്ങൾ ശരിക്കും ഓർത്തോക്ക്. അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല സാറേ. അപ്പോഴാണ് നമ്മുടെ SIക്ക് ഒരു ഫോൺ വരുന്നത്. അതായത് വീണ്ടും ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ക്രൈം സീനിലേക്ക് പോയി നോക്കുമ്പോൾ ഇതുവരെ നടന്ന അതേ കൊലപാതകം പോലെ തന്നെ ഒരു എവിഡൻസ് അവശേഷിപ്പിക്കാതെ ബോഡി ഡിസ്പോസ് ചെയ്തിട്ട് പോയതാണ്. പോലീസിന് ഒരു എവിഡൻസോ ഒരു ക്ലൂ പോലും ആ ഒരു ക്രൈം സീനിൽ വെച്ച് കിട്ടുന്നില്ല. അടുത്ത സീനിലെ നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഹീറോ ഒരു സംശയം പറയാണ്, ഇനിയിപ്പോ കൊല്ലപ്പെടുന്ന പെൺകുട്ടികളൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കോ? ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. ചിലപ്പോ ആരും കംപ്ലൈന്റ് കൊടുക്കാതെ. അപ്പൊ ലക്ഷ്മി ആണെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എന്താ, അവർക്ക് കുടുംബം ഉണ്ടാവില്ലേ? അതും ഒരു കണക്കിന് ശരിയാണ്. അല്ല, ആ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ഇല്ലേ, അങ്ങേർക്ക് എന്തെങ്കിലും അറിയാണെങ്കിലോ? അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടെന്ന് പഞ്ഞിക്കിട്ട് ചോദിക്കുമ്പോൾ അവൻ ആദ്യം ഒന്നും അറിയില്ല എന്ന് പറയാണ്. അല്ല, ആ പെൺകുട്ടിയെ മുൻപ് നീ എവിടെയെങ്കിലും കണ്ടിരുന്നു ചോദിക്കുമ്പോൾ, അല്ല സാറേ, അതിന് അയാൾ കൂട്ടിക്കൊണ്ടുപോയത് പെണ്ണയല്ലല്ലോ, അതൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നില്ലേ? അത് കേട്ടപ്പോ എല്ലാരും ഷോക്കായി പോവാണ്. എന്ത് ട്രാൻസ്ജെൻഡർ ആണോ? അതെ സാറേ, ആ ഒരു ട്രാൻസ്ജെൻഡർ ലേഡി ആരെയോ കാത്തു നിൽക്കുമ്പോ കുറച്ചേരം കഴിഞ്ഞപ്പോ ഫറദ ഇട്ടിട്ട് വേറൊരു പെൺകുട്ടി അവരെ തേടി വന്നു. അവരെ കാണാതായപ്പോഴാണ് ബോസിന്റെ റൂമിൽ അവളെ കാണുന്നതും അയാളുടെ കാരണത്തൊന്ന് കൊടുത്തിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല അന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫറദയുടെ പെൺകുട്ടി എങ്ങനെയാ വന്നേ? അത് സാറേ, അവരൊരു ഗ്രേ കളറിലുള്ള ഹോണ്ട സിറ്റി കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇവൻ പറയുന്നത് ചിലപ്പോൾ നുണയാണെങ്കിലോ? അങ്ങനെ ആ ഒരു ബോസിനെ വിളിച്ചിട്ട് അങ്ങനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അന്ന് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അതൊരു ട്രാൻസ്ജെൻഡർ ലേഡി തന്നെയായിരുന്നു. അല്ല, താനെന്താടോ ഇത് നേരത്തെ പറയുന്നത് ചോദിക്കുമ്പോൾ അവൻ ഫോൺ കട്ടിയാണ്. ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് അന്ന് അവനോട് കാര്യം ചോദിച്ചപ്പോൾ അവന്റെ തൊട്ടരികിൽ തന്നെ അവന്റെ ഭാര്യ ഉണ്ടായിരുന്നില്ലേ? ഭാര്യയുടെ മുമ്പിൽ മാനം പോണ്ടെന്ന് വെച്ചിട്ടാണ് അവനൊന്ന് പെണ്ണാണെന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടാവുക. ഇനിയിപ്പോ ആ ഒരു ഗ്രേ കളർ ഹോണ്ട സിറ്റി കാറ് വേഗം കണ്ടുപിടിക്കാൻ SIയോട് പറയുമ്പോൾ മാക്സിമം ഞാനത് വേഗം കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ വീട്ടിലിരുന്നിട്ട് ആ ഒരു കേസിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ന്യൂസ് പ്ലേ ആവുന്നുണ്ട്. അതായത് ഒരു ട്രാൻസ്ജെൻഡർ ലേഡിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? വീട്ടിലാണോ? അല്ല, ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് വർഷം മുമ്പ് തന്നെ ഇറങ്ങിയതാണ്. ഇപ്പൊ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അല്ല, വീട്ടിലാരും നിങ്ങളെ തേടി വരാറില്ലേ? ഞങ്ങളെപ്പോലെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ആരും അന്വേഷിച്ച് വരില്ല. കുടുംബത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോയാൽ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ കൊല്ലപ്പെട്ടത് മുഴുവൻ ട്രാൻസ്ജെൻഡർ ലേഡീസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആരും തന്നെ അവരെ തേടി വരാത്തതോ ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് പോലും കൊടുക്കാത്തതും. അങ്ങനെ ഹീറോയ്ക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ലക്ഷ്മിയോട് പറയുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, അല്ല അതിന് സാധ്യതയില്ലടാ, കാരണം ഇതുവരെ കൊല്ലപ്പെട്ട എല്ലാം സ്ത്രീകളാണെന്നാണ് പോലീസ് റെക്കോർഡിലുള്ളത്. അത് മാത്രല്ല, അവർ ഓരോരുത്തരെയും റേപ്പ് ചെയ്തിട്ടാണ് കൊലപ്പെടുത്തിയതുകൊണ്ട് ഇതിന്റെ പിന്നില് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇനിയിപ്പോ ആ പെൺകുട്ടികളുടെ ബോഡി ചെക്ക് ചെയ്ത പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ ആ ഒരു കൊലയാളി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവോ? അപ്പോ ഹീറോയും പറഞ്ഞിട്ട് അതിനാണ് സാധ്യത കൂടുതൽ. ഇതുവരെയുള്ള മർഡറിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്. ആദ്യം നടന്ന 5 കൊലപാതകം കർണാടകയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. അവിടെ നടന്ന 5 ബോഡികളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം ആ ഒരു നാട്ടിൽ കൊലപാതകം നടന്നിട്ടേ ഇല്ല. പിന്നീട് നടന്ന കൊലപാതകം മുഴുവൻ നമ്മുടെ നാട്ടില് തെലങ്കാനയിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പെൺകുട്ടികളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു ഡോക്ടറെ കൈയോടെ പൊക്കിയാൽ ആ കൊലയാളിയിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. അങ്ങനെ ഡോക്ടറെ ചോദ്യം ചെയ്യാൻ അങ്ങനെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ ഓൾറെഡി ആരൊരാള് അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. എല്ലാ ആളുകളും ആ കാഴ്ച കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇത് കൊലയല്ല, ഇത് ആത്മഹത്യയാണ്. എന്നാൽ ഫ്രണ്ട് പറയുന്നത്, അല്ലടാ ഇതൊരു കൊല പോലെയല്ലേ, പിന്നെ എങ്ങനെയാ നീ ആത്മഹത്യ എന്ന് ഉറപ്പിക്കുക? അതായത് ആ ഒരു ചുമരിലെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ആ ഫോട്ടോ ഇല്ല. അതുപോലെ അക്കൂരത്തില് മീനെ വളർത്തിയിട്ടുണ്ട്. ആ
ആ ഒരു വെള്ളത്തിൽ ഇപ്പൊ മീനില്ല. അതുപോലെ അവിടെ ചെടിച്ചട്ടിയിൽ ചെടി വെച്ചിട്ടായിരുന്നു, ഇപ്പൊ അവിടെ ചെടിയുമില്ല. എന്തായാലും പോലീസ് അങ്ങനെ കുറിച്ച് മനസ്സിലാക്കിയെന്ന് അയാൾക്ക് ഉറപ്പായപ്പോ താൻ എന്തായാലും മരണപ്പെടാൻ പോവാണ്. വെറുതെ ആ മീനുകളെയും അതുപോലെ ആ ഒരു ചെടി നശിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് ആ ഒരു മീനിനെ രക്ഷപ്പെടുത്തിയതും അതുപോലെ ചെടി പുറത്തു കൊണ്ടുപോയി വെച്ചതും. ചുമരിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ അങ്ങനെ മിക്കവാറും കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാവും. ഹീറോയുടെ ഐക്ക് വേണ്ടിയിട്ട് അവര് ഹീറോയെ പൊക്കി അടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വീട്ടിൽ നിന്ന് വല്ലതും കിട്ടുന്നവർ തേടി നോക്കുമ്പോൾ റൂമിലൊരു പൂജാമുറിയുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ബൊമ്മയില്ലേ അത് കിട്ടുകയാണ്. അതിന്റെ അരികിലായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ എന്തൊക്കെയോ വരച്ചും വെച്ചിട്ടുണ്ട്. ആ ഒരു മാസ്ക് പോലത്തെ പാവ കണ്ടപ്പോ ലക്ഷ്മി പറയുന്നുണ്ട്, ഈ ഒരു മാസ്കിനെ കുറിച്ചിട്ട് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കിയിരുന്നു. അപ്പൊ പുരാണത്തില് ഒരു കഥ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കഥ പറയാണ്. അതായത് അസുരന്മാരും ദേവന്മാരും ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായപ്പോ അതിന് ഒരു ശമനവും കാണുന്നില്ല. അപ്പോ ദേവരില്ലേ വിഷ്ണുവിനോട് സഹായം ചോദിച്ചപ്പോ അമൃതം കടഞ്ഞെടുക്കാന് അവർക്ക് ഒരു ടിപ്സ് പറഞ്ഞു കൊടുത്താണ്. ആ ഒരു അമൃത ആരാണ് കഴിക്കുന്നത് അവരെ ആർക്കും തോപ്പിക്കാൻ പറ്റാത്ത ബലശാലയെ മാറും. അപ്പോ നിങ്ങൾ ആർക്കാണ് ആദ്യം അമൃതം കടഞ്ഞെടുക്കാൻ പറ്റുന്നത് ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ. അങ്ങനെ ദേവരും അസുരരും കൂടിയിട്ട് ആ ഒരു അമൃതം കടഞ്ഞെടുക്കാണ്. എന്നാൽ അസുരരെ കബളിപ്പിച്ചുകൊണ്ട് ആ ഒരു അമൃതമില്ലേ അത് ദേവര് മാത്രം കഴിക്കുകയാണ്. എന്നാൽ അതിനിടയിലെ ഭസ്മാസുരൻ എന്ന ഒരു അസുരൻ ആ ഒരു അമൃതം തട്ടിപ്പറിച്ചിട്ട് കുടിക്കുകയാണ്. അത് കണ്ട ദേവരില്ലേ അവന്റെ തല വെട്ടിമുറിക്കുകയാണ്. എന്നാൽ ശിരസ് അറുക്കുന്നതിന് മുൻപ് തന്നെ അവന് അമൃതം കുടിച്ചുകൊണ്ട് തന്നെ അവന്റെ ശിരസിന് മാത്രമായിട്ട് അമരത്ത് ലഭിക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ട ഭസ്മാസുരന്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു. അങ്ങേര് ആ ശിരസ് എടുത്തിട്ട് അതിന് ജീവൻ കൊടുക്കാനായിട്ട് ദിനവും ദാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഗുരുവിന്റെ ധ്യാനം കണ്ടിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭസ്മാസുരനെ അവന്റെ ശരീരം തിരിച്ചു കൊടുക്കാണ്. അത് മാത്രല്ല അവനൊരു വരവും കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് ഭസ്മാസുരൻ ആരുടെ ശരീരത്തിലാണ് കൈവെക്കുന്നത് അവര് ഭസ്മമായി പോവും. അവതാരം കിട്ടിയപ്പോ ഭസ്മാസുരന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഈ ഒരു വരം ഫലിക്കുമെന്ന് ശിവന്റെ തലയിൽ തന്നെ കൈവച്ച് നോക്കിയിട്ട് പരീക്ഷിക്കാൻ നോക്കിയപ്പോ അങ്ങോട്ട് വന്ന് വിഷ്ണുവില്ലേ ഭസ്മാസുരന്റെ തല വീണ്ടും വെട്ടിമുറിക്കുകയാണ്. ഇതാണ് പുരാണത്തില് ഈ ഒരു ഭസ്മാസുരന്റെ മാസ്കിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പുരാണ കഥ. അപ്പോഴാണ് ഹീറോ ഇല്ലേ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുക വരുന്നത് കാണുന്നേ. പോയി നോക്കുമ്പോൾ ഹീറോ പ്രതീക്ഷ പോലെ തന്നെ ഓൾറെഡി ചുമരിൽ തൂക്കിയ എല്ലാ ഫോട്ടോസും അവിടെയാണ് കത്തിച്ചളഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിൽ അധികം തീപിടിക്കാത്ത ഫോട്ടോസ് ഹീറോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയിലെ കാറിന്റെ അരികിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഒരു കാർ ഏതെന്ന് വെച്ചാല് ഇവര് തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്രേ കളർ ഹോണ്ട സിറ്റി കാർ തന്നെയാണ്. ഇനിയിപ്പോ ആത്മഹത്യ ചെയ്ത ഡോക്ടറിനും ആ പെൺകുട്ടിക്കും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവോ? ആ ഒരു കാറിന്റെ നമ്പർ ഇല്ലേ അത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ നമ്പർ വെച്ചിട്ട് കാറിന്റെ ഓണർ ആരാന്ന് കണ്ടുപിടിക്കുമ്പോൾ അവളുടെ പേരാണ് രുദ്രവേണി. അതായത് വേണി ഇവൾ ആരാന്ന് വെച്ചാല് ഇവളൊരു ഫോറൻസിക് ഡോക്ടറാണ്. നിലവിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെയും ബോഡി ചെക്ക് ചെയ്യാന് ക്രൈം സീനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതും എവിഡൻസ് കളക്ട് ചെയ്തതും അത് വേണി തന്നെയായിരുന്നു. അപ്പൊ ഹീറോ പറയുന്നുണ്ട് അവളെ ചോദ്യം ചെയ്താല് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഫ്രണ്ട് അതിനുള്ള ഫോറൻസിക് ടീമിൽ മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു പ്രധാന പദവിയിൽ അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇവൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അതിന് കാരണം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കോടതി അന്വേഷിച്ചിട്ട് അവസാനം പെർമിഷൻ തരണം. എന്നാൽ അതിന് കുറേ ടൈം ആവും. എന്നാൽ അതിനുള്ളിൽ ഇവൾ ഉറപ്പായിട്ട് രക്ഷപ്പെട്ടു പോകും. അപ്പോ ഫ്രണ്ട് എസ് പറയുന്നുണ്ട് ഒഫീഷ്യലി അല്ല അൺഒഫീഷ്യലി നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക നീ ചെയ്തോ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇന്നാണ് എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ. വീട്ടില് അമ്മ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ അമ്മയെ കാണാൻ പോവാണ്. പിന്നെ പോകുന്ന വഴിക്ക് ആ ഒരു ഗൂർഖയുടെ ഭാര്യയെ കാണാനില്ലാന്ന് ഇടക്കിടക്ക് സ്റ്റേഷനിലെ കംപ്ലൈന്റ് ചെയ്യാറുണ്ടായിരുന്നില്ലേ അവനോട് അവന്റെ ഭാര്യ മരണപ്പെട്ട കാര്യം ഞാൻ പോയി പറഞ്ഞിട്ടേ വീട്ടിലേക്ക് പോകുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അവളോട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയും ഫ്രണ്ടും കൂടി നേരെ പോകുന്നത് രുദ്രവേണി സ്റ്റേ ചെയ്തിട്ടുള്ള ആ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ്. അങ്ങനെ ഉള്ളിലേക്ക് പോകാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി ഇല്ലേ അവരെ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ല നിങ്ങൾ ആരാ നിങ്ങളിത് എങ്ങോട്ടാ? എന്നാൽ സെക്യൂരിറ്റിയോട് എന്ത് പറഞ്ഞാൽ പിടിച്ചിക്കണമെന്ന് അവർക്ക് അറിയുന്നില്ല. അപ്പോഴാണ് അവരുടെ ഭാഗ്യത്തിന് അങ്ങോട്ട് നമ്മുടെ ബോസിന്റെ അസിസ്റ്റന്റ് ഇല്ലേ അവൻ വരുന്നത്. അല്ല ഡിറ്റക്റ്റീവ് നിങ്ങളെന്താ ഇവിടെ? അങ്ങനെ ഹീറോയും ഫ്രണ്ടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ രുദ്രവേണിയെ കുറിച്ചിട്ട് അവനോട് ചോദിക്കാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട് അവളെ എനിക്കറിയാം, അവളെ ഞാൻ ചുരുക്കിയിട്ട് റൂബി എന്ന് വിളിക്കാറ്. കുറച്ച് നാളായിട്ട് അവളെ ഒന്ന് വളയ്ക്കാനേ ഞാൻ സൈറ്റ് അടിക്കുന്നുണ്ട്, പക്ഷെ അവൾ സെറ്റ് ആവുന്നേയില്ല. അപ്പൊ ഹീറോ അത് ഓൾറെഡി നമുക്ക് മനസ്സിലായതുകൊണ്ട് അവളെ നിനക്ക് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവളുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കാർ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഇതേ ഹോണ്ട സിറ്റി കാർ തന്നെയായിരുന്നു അന്ന് ആ റിസോർട്ടിലെ സെക്യൂരിറ്റി കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്പറും കറക്റ്റ് ആണ്. അപ്പോൾ ഇവള് തന്നെയാണ് അന്ന് ആ റിസോർട്ടിൽ നിന്ന് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷമാണല്ലോ അവൾ കൊല്ലപ്പെടുന്നത്. അങ്ങനെ ആ ഒരു കാർ ചെക്ക് ചെയ്യുമ്പോൾ അതേ സ്ഥലത്തേക്ക് രുദ്രവേണിയിലെ അവള് വരുവാണ്. അപ്പോൾ നമ്മുടെ ടീമിലെ അവര് പതി ഒളിച്ചിരിക്കുകയാണ്. അവള് നേരെ വന്നിട്ട് അവളുടെ കാറും എടുത്ത് എങ്ങോട്ടോ പോവാണ്. അവള് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അസിസ്റ്റന്റിന്റെ ഹെൽപ്പോട് കൂടി അവളുടെ റൂമിലേക്ക് വന്നിട്ട് റൂം ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു റൂം ഓപ്പൺ ചെയ്ത കാര്യം ഓൾറെഡി രുദ്രവേണിയുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്. അതായത് ഓൾറെഡി ഒരു സെക്യൂരിറ്റി അലാറം അവള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആ ഫോണില് വീട്ടിൽ സെറ്റ് ചെയ്ത CCTV ക്യാമറയിലെ അത് ആക്സസ് ചെയ്ത് നോക്കുമ്പോൾ ആരൊക്കെയാണ് വീട്ടിൽ വന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ല ഇവരെന്തിനാ എന്റെ വീട്ടിൽ വന്നേ? അങ്ങനെ അവള് വേഗത്തില് ആ ഒരു കോഫി ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടീമിലെ അവളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അരിച്ചു പെറുക്കി നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ലാപ്ടോപ്പ് കാണുന്നത്. എന്നാൽ അത് ലോക്കാണ്. എന്നാലും നമ്മുടെ അസിസ്റ്റന്റിലെ അവനൊരു ഹാക്കറാണ് ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലാപ്പിൽ നിന്ന് എന്തെങ്കിലും എവിഡൻസ്
വിട്ടു നോക്കുമ്പോൾ ഇതുവരെ കൊല്ലപ്പെട്ട എല്ലാ പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസ് ഇല്ലേ ആ ഒരു ലാപ്പിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തതായിട്ട് 18ാമതായിട്ട് ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ പോകുന്നുണ്ട്. എന്നാൽ അത് ആരാണെന്നുള്ള ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടില്ല. എന്നാൽ അപ്പോഴാണ് വേണി അങ്ങോട്ട് വരുന്ന കാര്യം നമ്മുടെ അസിസ്റ്റന്റ് കണ്ടിട്ട് അതേ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒളിച്ചിരിക്കുന്നത്. എന്നാൽ വീട്ടിലേക്ക് വന്നപ്പോൾ അവൾക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്. വീട്ടിൽ കയറിയ ആളുകൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ കത്തിയിട്ടുണ്ട്. അങ്ങനെ അവൾ ആർക്ക് കോൾ ചെയ്യുമ്പോൾ മറുഭാഗത്തുനിന്ന് പറയുന്നുണ്ട്, നീ ഭൂമിയിലേക്ക് വന്നില്ലേ, ആ കാര്യം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോ ഞാൻ പറഞ്ഞ പോലെ ബാക്കി ചെയ്തോ. എന്നിട്ട് അവൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഹീറോയും ഫ്രണ്ടും പോലീസ് ടീമുമായിട്ട് വന്നിട്ട് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ വാതിൽ ലോക്കാണ്. ആ ഒരു വാതിൽ പൊളിച്ചിട്ട് ഉള്ളിൽ കയറാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് വരികയാണ്. അല്ല, ഒരു ഹാക്കറായ നിനക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? അപ്പൊ അവൻ പറയുന്നുണ്ട്, റൂബിയുടെ മെയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ആ മെയിൽ ക്രിയേറ്റ് ചെയ്ത ഫോൺ നമ്പർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു സിം എടുത്തിട്ടുള്ള അഡ്രസ് ഇല്ലേ, അത് ഇവളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ അഡ്രസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വീട്ടിലെ ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ മെയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സിം കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന് വീട് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ആരുമില്ല. എന്നാൽ ആ വീടും അതുപോലെ രുദ്രവേണിയുടെ വീടുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ആ വഴിയിലൂടെ അവളുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഓൾറെഡി അവള് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ടിട്ട് അവർ ഷോക്കായി പോവാണ്. പോലീസ് ടീം ആണെങ്കിൽ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് അവളുടെ ലാപ്ടോപ്പ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവള് മരണപ്പെടുന്നതിന് മുൻപ് തന്നെ ആ ലാപ്ടോപ്പ് ക്രാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എവിഡൻസും അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് പോലീസിന് ഒരിക്കലും ആ ഒരു എവിഡൻസ് കിട്ടാതിരിക്കാൻ. അങ്ങനെ ആ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യാണ്. അതായത് രുദ്രവേണിയുടെ തൊട്ടടുത്ത ഫ്ളാറ്റില് ആരായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങേര് പറയുന്നത് രുദ്രവേണി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നതും അതിന്റെ തൊട്ടടുത്തുള്ള വീടും രണ്ടും ഒരാൾക്ക് സ്വന്തമാണ്. അയാളുടെ പേരാണ് ദാനവേല്. അയാള് വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ അയാളുടെ ഫ്ളാറ്റിലേക്ക് വരാറുള്ളൂ. അവസാനമായിട്ട് എന്റെ മോളുടെ കല്യാണത്തിനാണ് അയാളെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹീറോ അയാളുടെ ഫോട്ടോയോ മറ്റ് ഡീറ്റെയിൽസോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ എടുക്കാൻ പോകുമ്പോഴാണ് ഹീറോ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു വീട്ടിൽ ഒരു പൂജാ റൂമുണ്ട്. അവിടെയും ആ ഒരു ഭസ്മാസുരന്റെ ആ ഒരു മാസ്ക് ഉണ്ട്. അത് മാത്രമല്ല ആ ഒരു വീട്ടില് ഒരു ഫോട്ടോയും കാണുന്നുണ്ട്. അത് ആരുടെ ഫോട്ടോ നോക്കുമ്പോൾ നമ്മുടെ CI ശങ്കർ ഇല്ലേ, അവരുടെ മകളായിട്ടുള്ള മായയുടേതാണ്. അത് മാത്രമല്ല മായയും ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ആണ്. അപ്പോഴാണ് ആ ഒരു സെക്രട്ടറി ഫോട്ടോ ഉണ്ടെന്ന് കൊടുക്കുന്നത്. ആ ഒരു ഫോട്ടോയിൽ ആരാന്ന് വെച്ചാല് കഥയുടെ ആരംഭത്തിൽ നമ്മളൊരു മെക്കാനിക് ഭാഷയെ കണ്ടിരുന്നില്ലേ, അങ്ങേരാണ്. ആഹാ, ഇയാളായിരുന്നോ? അങ്ങനെ അയാളെ ലോക്ക് ചെയ്യാന് നമ്മുടെ ഹീറോയിൻ ടീമും അവിടുന്ന് പുറപ്പെടുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോ ലക്ഷ്മിയില്ലേ പോകുന്ന വഴിക്ക് ആ ഒരു ഗൂർക്കി കണ്ടിട്ട് തന്റെ ഭാര്യ കൊല്ലപ്പെട്ട കാര്യം അയാളോട് പറയുന്നുണ്ട്. ആ ഒരു കാഴ്ച നമ്മുടെ ഭാഷയില്ലേ അങ്ങേര് കണ്ടിട്ടുണ്ട്. എന്റെ കുടുംബത്തിലെ പെൺകുട്ടിയെ തന്നെ നീ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു ചുറ്റികയറ്റ് വന്നിട്ട് അവന്റെ തലക്കടിച്ച് ബോധം കെടുത്തിയിട്ട് അതുപോലെ നമ്മുടെ ലക്ഷ്മി അടിച്ച് ബോധം കെടുത്തിയിട്ട് ഒരു ബോക്സിലിട്ട് പൂട്ടുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയും പോലീസ് ടീമും വരുന്നത്. അവിടെ നോക്കുമ്പോൾ എവിടെയും ഭാഷയെ കാണാനില്ല. ആ ഒരു ഗൂർഖയെ അങ്ങേര് കൊലപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. അല്ല, അയാൾ ഇത് എങ്ങോട്ടേക്കും പോയിട്ടുണ്ടാവുക? ഗൂർഖയുടെ ബോഡി ചെക്ക് ചെയ്തപ്പോൾ തന്നെ അയാൾ അധികം ദൂരം പോയിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ പിന്നിലെ കാട്ടിൽ നോക്കുമ്പോൾ ആ ഒരു ഫോറസ്റ്റിൽ തന്നെ അയാള് ഒളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അയാളെ ലോക്ക് ചെയ്യാനായിട്ട് ഗണ്ണുമായിട്ട് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് പോകുമ്പോൾ ആ ഒരു ഗണ്ണ് തട്ടിപ്പറിച്ചിട്ട് പോലീസിനെ അയാൾ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹീറോയില് ഒരു കല്ല് വെച്ചിട്ട് അയാളുടെ കൈക്കെറിഞ്ഞിട്ട് ആ ഒരു ഗണ്ണ് തെറിപ്പിച്ച് അയാളെ ലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അയാളാണെങ്കിൽ നമ്മുടെ ഹീറോയും അടിച്ച് താഴെയിട്ടാണ്. അപ്പോഴും ഹീറോ ചോദിക്കുന്നുണ്ട്, എന്റെ ഏട്ടൻ രഘു എന്ത് ദ്രോഹം നിങ്ങളോട് ചെയ്തേ? അവന്റെ പ്രണയിനി ഫാത്തിമയെ എന്തിനു നിങ്ങൾ കൊലപ്പെടുത്തിയേ? എന്റെ ഏട്ടനെ എന്തിന് ആ കേസിൽ കുടുക്കിയേ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, ആ കേസിൽ ഞാനൊന്നുമല്ല നിന്റെ ഏട്ടനെ കുടുക്കിയേ. എന്നിട്ട് അയാളൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അതായത് ഭാഷ ഒരു ട്രാൻസ്ജെൻഡറെ ഫർദേക്ക് ഇടിച്ച് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഫാത്തിമയുടെ വാപ്പയില്ലേ അങ്ങേരും SA ആയിരുന്നില്ലേ ഭാഷ, ആ പെൺകുട്ടി കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഫർദയുടെ പെൺകുട്ടി ആ ഒരു ശിവലിംഗം ധരിച്ചത് അങ്ങനെ നോട്ടിയാണ്. അല്ല, മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ ധരിക്കാറില്ലല്ലോ. അതിൽ സംശയം തോന്നിട്ട് ഭാഷ വീട്ടിലില്ലാത്ത സമയത്ത് അങ്ങേരുടെ വീട്ടിൽ പോയി നോക്കിയപ്പോ അവിടെ വെച്ചിട്ട് അയാൾ എന്തൊക്കെയോ ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്. ഭാഷയുടെ മേലെ സംശയം വന്നപ്പോ അയാൾ അറസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം ഭാഷയ്ക്ക് മനസ്സിലായിട്ട് ഇനിയും അങ്ങേരെ വിട്ടുവെച്ചാല് പണിയാന്ന് ഉറപ്പായിട്ടാണ് അന്ന് ഫാത്തിമയുടെ ബാപ്പയെ കൊലപ്പെടുത്താൻ വീട്ടിലേക്ക് കയറിയതും അതിനിടയിൽ പെട്ടുപോയ ഫാത്തിമയെയും ഭാഷ കൊലപ്പെടുത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയതും. അതിനിടയിലാണ് ആ ഒരു മാല അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണു പോകുന്നത്. ഞാന് വേണമെന്ന് വെച്ചിട്ടല്ല ആ പെണ്ണിനെ കൊലപ്പെടുത്തിയ. എന്റെ പിന്നാലെ മണത്തുവന്നാല് വേറെ നിവർത്തിയില്ല. ആ ഒരു സ്ഥലത്തേക്ക് നിന്റെ ഏട്ടനോട് ആരാടാ വരാൻ പറഞ്ഞേ? നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ പ്രണയിനിയായിട്ടുള്ള ലക്ഷ്മിയില്ലേ, അവൾ എവിടെയാ ഉള്ളതെന്ന് നിനക്കറിയോ? നിനക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. അതും പറഞ്ഞിട്ട് ഭാഷയില്ലേ അവളുണ്ടായിരുന്ന ഒരു മരത്തിൽ തലയടിച്ചിട്ട് അയാൾ ആത്മഹത്യയാണ്. ലക്ഷ്മി അവൾ എവിടെയെന്ന് ചോദിച്ചിട്ടും ഭാഷ എഴുന്നേക്കുന്നില്ല. കാരണം അയാൾ ഓൾറെഡി മരിച്ചു പോയിട്ടില്ലേ. അപ്പൊ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അതായത് ഇവനല്ല ഇവരുടെയൊക്കെ ഹെഡ് ആയിട്ടുള്ള മെയിൻ കൊലയാളി. ഇവരുടെയൊക്കെ മേലെ വേറെ ഏതോ ഒരുത്തനുണ്ട്. ഇനിയിപ്പോ അവസാനം കൊല്ലപ്പെടാൻ പോകുന്നത് ആരാന്ന് ഹീറോയ്ക്ക് മനസ്സിലായിട്ടില്ലേ? ശങ്കരുടെ മകളായിട്ടുള്ള മായല്ലേ, അവളെങ്കിലും രക്ഷപ്പെടുത്താം.
അങ്ങനെ CI ശങ്കറിന്റെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു വീട്ടിലും ചില കാര്യങ്ങൾ ഹീറോ കാണാണ്. അവിടെ ഒരു പൂജ റൂമുണ്ട്, അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഭസ്മാസുര മുഖംമൂടിയില്ലേ അതും അവിടെ ഉണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ഓലച്ചുമട് കാണുന്നത്. അതെടുത്ത് ഹീറോ വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് 18 ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ കൊലപ്പെടുത്തിയിട്ട് അവരുടെ തല കരിച്ച് ഭസ്മമാക്കിയിട്ട് ആ ഒരു ഭസ്മം വെച്ചിട്ട് പൂജ ചെയ്യുകയാണെങ്കിൽ ദേവകാലത്ത് തലയറുത്ത് മരണപ്പെട്ട ഭസ്മാസുരനിലെ അവന് വീണ്ടും മറുപിറവി കൊടുത്ത് ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഹീറോയ്ക്ക് ഉറപ്പായിട്ടുണ്ട് ആ ഒരു ഭസ്മാസുരനെ തിരിച്ചു കൊണ്ടുവരാനാണ് ആ ഒരു സീരിയൽ കില്ലർ ഈ ഒരു കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ഓലച്ചുമട് എവിടെന്നാ കിട്ടിയത്? CI ശങ്കറുടെ വീട്ടിൽ നിന്നല്ലേ. അതായത് വേറെ ലെവൽ ട്വിസ്റ്റ്, ഹീറോ തേടിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ കൊലയാളി അത് CI ശങ്കർ തന്നെയാണ്. ആ ഒരു വീട് മുഴുവനായിട്ട് ഹീറോ തേടി നോക്കിയിട്ടും ശങ്കറിനെയോ ശങ്കറിന്റെ മകള് മായയോ നമ്മുടെ ലക്ഷ്മിയോ ഹീറോയ്ക്ക് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. ശങ്കറിന് വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി നോക്കാം. അങ്ങനെ ഹീറോ പോയി നോക്കുമ്പോൾ ഹീറോ പ്രതീക്ഷ പോലെ തന്നെ ശങ്കർ അവിടെ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻപിൽ തന്നെ ആ ഒരു പെൺകുട്ടിയിലെ മായ അവൾ ഇരിക്കുന്നുണ്ട്. അവളെ എഴുന്നേൽപ്പിക്കാൻ ഹീറോ നോക്കുമ്പോൾ അതിനുള്ളിൽ അവൾ മയങ്ങി വീണുപോണ്. ആ ഒരു കാഴ്ച ശങ്കർ കണ്ടപ്പോ നീ എന്തിനെ ഇങ്ങോട്ട് വന്നേ? കഴിഞ്ഞ 18 വർഷമായിട്ട് എന്റെ തപായത് എന്റെ പൂജ തടുക്കാൻ വന്നിട്ടുള്ള. എന്നിട്ട് ഹീറോ എടുത്തിട്ട് പഞ്ഞി കിടാണ്. അതിനിടയിലാണ് ഹീറോ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഇതുവരെ കൊലപ്പെടുത്തിയിട്ടുള്ള എല്ലാ പെൺകുട്ടികളുടെയും തല ഭസ്മമാക്കിയിട്ടുള്ള ആ ഒരു ഭസ്മമില്ലേ, അതൊക്കെ ഭസ്മാസുരന്റെ ആ ഒരു ഫേസ് മാസ്കിനുള്ളിലാണ് അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ആ ഒരു ചാര് മുഴുവൻ എടുത്തിട്ട് ഹീറോ വെള്ളത്തിലിടുകയാണ്. അത് കണ്ടപ്പോ ശങ്കറിന് വല്ലാതെ കലിപ്പായിട്ട് കഴിഞ്ഞ 18 വർഷത്തെ എന്റെ കഷ്ടപ്പാടാണ് നീ നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചില്ലാതാക്കിയത്. ഞാൻ മാത്രമല്ല എന്റെ കുടുംബം മുഴുവനായിട്ട് ഈ ഒരു ത്യാഗത്തിന്റെ പിന്നാലെയായിരുന്നു. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അങ്ങനെ എന്തൊക്കെയോ പൊലമ്പിക്കൊണ്ട് ആ ഒരു ശങ്കറില്ലേ അയാൾ ഉണ്ടാക്കി വെച്ച ആ ഒരു യാഗക്കൊണ്ടില്ലേ അതിലേക്ക് പോയി ചാടുകയാണ്. അങ്ങനെ ശരീരത്തിലെത്തി ആള് കത്തുമ്പോ അവനൊരു കാര്യം പറയുന്നുണ്ട്, ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല, ഉറപ്പായിട്ടും ഭസ്മാസുരന് ഒരു മറുപിറവിയുണ്ട്. എന്നാൽ ഹീറോ അതൊന്നും ചെവിക്കൊള്ളാതെ ലക്ഷ്മിയെ തേടിയിട്ട് ആ ഒരു വീട്ടിനുള്ളിൽ പോയി നോക്കുമ്പോൾ അവളെ അടച്ചു വെച്ചത് ഹീറോ കണ്ടെത്താണ്. അങ്ങനെ അവളെ രക്ഷപ്പെടുത്താണ്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനില് നമ്മുടെ ഹീറോയിലെ കുറേയധികം പോലീസ് ടീം അതുപോലെ എല്ലാ ടീമും തലകുത്തി നോക്കിയിട്ടും സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസ് സോൾവ് ചെയ്തില്ലേ, അതിൽ ഹീറോയെ പൊക്കി അടിച്ചുകൊണ്ട് പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. ഹീറോ ഒരു വിദഗ്ധനായിട്ടുള്ള ഡിറ്റക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട്. ഹീറോയുടെ അച്ഛനും അമ്മയ്ക്കും തന്റെ മകനെ ഓർത്തിട്ട് വല്ലാതെ സന്തോഷമാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ആരോ ഫോൺ ചെയ്യുന്നത്. എന്താ മോനെ ഭൂതണ്ഡം ഭാസ്കരൻ ആരാണ് ഈ ഒരു കേസ് ക്ലോസ് ചെയ്തു എന്ന് സമാധാനത്തിലിരിക്കുക. എന്നാല് കേസ് അവസാനിച്ചിട്ടില്ല, ഇനിയാടാ ആരംഭിക്കാൻ പോന്നെ. അതും പറഞ്ഞ ഫോൺ കട്ടിയാണ്. അല്ല ഇതിപ്പോ ആരായിരിക്കും? അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത് ആ ഒരു ശങ്കറിന്റെ വീട്ടിലെ ഫാമിലി ഫോട്ടോ ഹീറോ കണ്ടപ്പോ ആ കൂട്ടത്തിൽ ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നു. കുറെ നാൾ മുമ്പ് എടുത്ത ഫോട്ടോയിൽ അവൻ ചെറിയ പയ്യനാണെങ്കിലും ഇപ്പോ അവൻ വളർന്ന് ഒരു ടീനേജ് പയ്യനായിട്ടുണ്ടാവും. ശങ്കറിന്റെ ഫാമിലിയുടെ പാത പിന്തുടർന്നിട്ട് ഇനി ഇവനായിരിക്കാം ചിലപ്പോ കൊലപാതകങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ഈ കഥയ്ക്കൊരു 2ാം ഭാഗത്തിനുള്ള ലീഡും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകളും ത്രില്ലിംഗ് ഉണ്ടായിരുന്ന അടിപൊളി ഒരു കഥയായിരുന്നില്ലേ? ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇപ്പൊ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ കൂട്ടുകാർക്കും ഫാമിലിക്കും പരിചയപ്പെടുത്തുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.